ഇന്ന് രാത്രി നമുക്ക് ചിന്തിക്കുവാൻ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 11-ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 11-ാം വാക്യം. ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. താങ്ക് യു മോളെ. ഞാൻ വേഗം വരുന്നു. കർത്താവിൻ്റെ ഒരു ശക്തമായ മുന്നറിയിപ്പാണ്. ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹകരമായ രാത്രിക്കായി സ്തോത്രം. നമുക്ക് ഈ വിഷയം ചിന്തിക്കുവാൻ അല്പപ്പുറകോട്ട് പോകാം. മനുഷ്യ ചരിത്രത്തിലെ 6000 വർഷത്തെ ചരിത്രമുണ്ട് ഈ ലോകത്തിൽ. അതിനപ്പുറം ലഭ്യമായ തെളിവുകളൊന്നുമില്ല. 6000 വർഷം മുതലുള്ള തെളിവുകൾ മാത്രമേ ശാസ്ത്രത്തിൻ്റെ കയ്യിലും വ്യക്തമായിട്ടുള്ളൂ. എന്നാൽ അതുതന്നെയാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്നേക്ക് 6000 വർഷങ്ങൾക്ക് മുൻപേ യഹോവയായ ദൈവം സൃഷ്ടിച്ച ആദ്യ മനുഷ്യനെ ഏദൻ തോട്ടത്തിലാക്കി. 6000 വർഷത്തിനിടയിൽ ഇന്നത്തെ നിൽക്കുന്ന ഈ 2023 തുടങ്ങി 2000 മുതലുള്ളതായി ഈ വർഷങ്ങൾ മനുഷ്യ ചരിത്രത്തിലെ സുപ്രധാനമായ കാലമാണ്. ശബ്ദത്തേക്കാൾ വേഗത്തിൽ പുരോഗമിക്കുന്ന ഒരു ലോകത്തിൽ നിങ്ങളും ഞാനും ജീവിക്കുന്നു. മനുഷ്യൻ്റെ ബുദ്ധിയുടെ സന്തതിയാണ് ശാസ്ത്രം. ആ ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങൾ അനുഭവിക്കുന്നവരാണ് എൻ്റെ പ്രഭാഷണം കേൾക്കുന്ന എല്ലാവരും ഞാനും. നിരവധി നേട്ടങ്ങൾ ശാസ്ത്രം നമുക്ക് വേണ്ടി തയ്യാറാക്കി കഴിഞ്ഞില്ലേ? മാത്രമാണോ, കോടിക്കണക്കിന് ഭൂമിയിൽ നിന്നും മൈലുകൾ അകലെയുള്ളതായ സൗരയൂഥത്തിൻ്റെ അങ്ങേയറ്റത്ത് കോടിക്കണക്കിന് മൈലുകൾക്കകലെ ഓക്സിജൻ ഇല്ല, ചുട്ടുപൊള്ളുന്ന ചൂടിൽ ഗുരുത്വാകർഷണമില്ലാതെ വട്ടം കറങ്ങുന്ന ഗ്രഹത്തിൻ്റെ അകത്തെ പാറകൾക്കിടയിൽ ഒളിഞ്ഞുകിടക്കുന്ന ചെറിയ അണുക്കളെ മുതൽ സ്പർശിച്ച് ശാസ്ത്രം ഈ ഭൂമിയുടെ അടിയിൽ ഇവിടെ നിന്ന് 60 കിലോമീറ്റർ താഴോട്ട് പോയാൽ അസ്തനോസ്ഫിയർ പറയുന്ന സ്ഥലത്തെ തീക്കകത്ത് ഡാൻസ് ചെയ്യുന്ന, തീയെപ്പോലും അതിജീവിക്കുന്ന ആർക്കി ബാക്ടീരിയ വരെ സ്പർശിച്ച ശാസ്ത്രം. കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള അകലത്തെ വെട്ടിക്കുറച്ച ശാസ്ത്രം. കഴിഞ്ഞ തലമുറയിൽ ഒരാളോട് ചോദിക്കുകയാണ്, ഡൽഹി ന്യൂയോർക്ക് എത്ര അകലമെന്ത്? അദ്ദേഹം പറയും 13,000 കിലോമീറ്റർ. ഈ തലമുറയിൽ ഒരാളോട് ചോദിച്ചാൽ പറയും 16 മണിക്കൂർ. ആശയം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്ര ശാസ്ത്ര നേട്ടങ്ങൾ ലോകത്തിലെ 800 കോടി ജനങ്ങളെ, എന്നെയും നിങ്ങളെയും എല്ലാം ശാസ്ത്രം ഒരു മാലയ്ക്കകത്താക്കി. ഒറ്റ മാല. ആ മാല അണിയാത്തവരാരും ഇവിടെ ഇല്ല, എന്നെ കേൾക്കുന്നുമില്ല. ആ മാലയുടെ പേരാണ് ഇന്റർനെറ്റ്. സകലവിധമായ സൗകര്യങ്ങളും നൽകിക്കൊണ്ട് സുന്ദരമായ കാഴ്ച തന്നിരിക്കുന്ന ഇന്റർനെറ്റ്. കഴിഞ്ഞ തലമുറയിൽ ഈ തേക്ക് തോട്ടിലുള്ളൊരു അപ്പച്ചൻ്റെ മകൻ ഓസ്ട്രേലിയയിലോ അമേരിക്കയിലോ കാനഡയിലോ ആണെങ്കിൽ അപ്പച്ചൻ്റെ മനപ്രയാസം നിങ്ങൾക്കറിയാം. ടെലിഫോണില്ല, അറിയുവാൻ ഒരു മാർഗവുമില്ല. മോൻ എങ്ങനെ ഉണ്ട്, സുഖമുണ്ടോ ഇല്ലയോ, തണുപ്പ് രാജ്യത്ത് എങ്ങനെയാണ് എന്നറിയാൻ മേലാതെ അപ്പച്ച പ്രാർത്ഥിക്കുക മാത്രം ചെയ്യും. ആകെ സമാധാനം പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഈ ചുമലയും വെള്ളയും കളറുള്ള എടുത്തു വരുന്നതാണ്. അതേ കാലത്തെ അതേ നോക്കിക്കേ ഈ തലമുറയിലെ ഒരു അപ്പച്ചൻ ആ പ്രയാസമൊന്നുമില്ല. രാവിലെ എഴുന്നേറ്റ് ചാരുകസേറി ഇരുന്ന് കൈവിരലൊന്ന് ഞെക്കിയിട്ട് ചോദിക്കും, ഓസ്ട്രേലിയയിലോ അമേരിക്കയിലുള്ള മകനോട് ചോദിക്കും, എന്നാടാ ജോർജ് കുട്ടി ഇത് ഷേവ് ചെയ്യാഞ്ഞത്? ഇന്റർനെറ്റ് അത്ര മനോഹരം. ഡാളസിൽ ഞാൻ എൻ്റെ മകൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ ജോസ് എന്ന് പറഞ്ഞൊരു സഹോദരൻ, വിശ്വാസിയാണ്, അവിടുത്തെ ഒരു ബിസിനസ്സുകാരനാണ്, എന്നെ കാണാൻ വന്നു. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വീട് നിങ്ങളുടെ ഈ ഭാഗത്തിന് കിഴക്കൊരു സ്ഥലത്താണ്, അതായത് പത്തനംതിട്ട കുമ്പഴ ഭാഗത്താണ്. അവിടെയുള്ളൊരു ഗ്രാമത്തിലാണ്. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം വേഗത്തിൽ റൂമിലേക്ക് എൻ്റെ മുമ്പിൽ നിന്ന് ഫോൺ എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടു. ഞാൻ വിചാരിച്ചു അദ്ദേഹത്തിന് കൺസ്ട്രക്ഷൻ ബിസിനസ്സാണ്, ആരോ എന്തോ ചോദിച്ചതായിരിക്കും എന്ന് വിചാരിച്ചാൽ പോയത്. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് പറഞ്ഞപ്പോൾ അവിടെ പകലാണ്, നിങ്ങൾക്കിവിടെ സന്ധ്യയാണ്, ഇവിടെ 8 മണി സമയം, അവിടെ പകൽ 9:30. അന്നേരം പറഞ്ഞു, പാസ്റ്ററേ കുമ്പഴയിലുള്ള എൻ്റെ വീടിൻ്റെ പുറകിൽ കൂടെ ഏതാണ്ട് പോകുന്നത് കണ്ടു. അതെന്നാ നോക്കിയതാ, അയൽവക്കത്തെ ചാക്കോച്ചേട്ടൻ്റെ പശു വേലി പൊളിച്ച് കയറിയതാ. കണ്ടത് എവിടെ ഇരുന്നോണ്ടാ? അമേരിക്കയിലിരുന്നുകൊണ്ട്. ശാസ്ത്രത്തിൻ്റെ അതിഭയങ്കരമായ നേട്ടങ്ങൾ. മെഡിക്കൽ സയൻസ് അത്യുഗ്രൻ കാഴ്ചയല്ലേ വെക്കുന്നത്. കാറിൻ്റെ ടയർ മാറ്റി വെക്കുന്നത് പോലെ ഹാർട്ടും ലിവറും
കിഡ്നിയും എല്ലാം നിസ്സാരമായിട്ട് പറിച്ചു നടന്ന ആശുപത്രികൾ നമ്മുടെ ഗ്രാമങ്ങളിൽ പോലുമില്ലേ? കഴിഞ്ഞ തലമുറയിൽ മാർക്കറ്റിൽ പോകുമെന്ന് പറയും, ഈ തലമുറയിൽ മാർക്കറ്റ് വീട്ടിലോട്ടാണ്. വിരൽ ഞെക്കിയാൽ സാധനം വീട്ടിൽ കൊണ്ട് വെച്ചിച്ചു പോകുന്ന കാലം ഇല്ലേ? കഴിഞ്ഞ തലമുറയിൽ മനുഷ്യർ വസ്ത്രങ്ങൾ ധരിച്ചു. ഇന്ന് നിങ്ങളും ഞാനും വസ്ത്രങ്ങൾ ധരിക്കുകയല്ല, വസ്ത്രലോകത്തിൽ ജീവിക്കുക. ഏതെങ്കിലും ഒരു സംവിധാനത്തിൽ മീറ്റിങ്ങിനോ ആരാധനയ്ക്കോ പള്ളിയിലോ ഹോളിലോ കല്യാണത്തിനോ പോകണമെങ്കിൽ ഒരു കൺഫ്യൂഷൻ, ഏതിടണം? ശരിയാണോ? കർത്താവിൻ്റെ കാലത്ത് എന്തുടുക്കും? ഇന്ന് ഏതുടുക്കും? ശരിയാണോ? കർത്താവിൻ്റെ കാലത്ത് എന്ത് തിന്നും? ഇന്നോ ഫ്രിഡ്ജ് ശ്രദ്ധിച്ച് തുറന്നില്ലേ അപകടമാ. അതിനകത്തിരിക്കുന്ന വെളിച്ചാടും. അത് പുഷ് ചെയ്ത് അകത്ത് വെച്ചിട്ട് വേണം പുതിയത് വെക്കാൻ. വളരെയധികം പുരോഗമിച്ച ഒരു ലോകം, വളരെ ഇനി എങ്ങോട്ട് പുരോഗമിക്കണം എന്നറിയാതെ ശാസ്ത്രം പാടുപെടുന്നു. എല്ലാവിധ സൗകര്യങ്ങളും തന്നു. അതിൽ നമുക്ക് അഭിമാനിക്കാം. ഒത്തിരി സൗകര്യങ്ങളും ഉണ്ട്. അതിലൊന്നാണ് ഞാൻ ഈ പ്രഭാഷണം ഈ കേരളത്തിലെ കിഴക്കൻ ഗ്രാമത്തിൽ നടത്തുമ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗത്തും അമേരിക്ക മുതൽ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ലൈവായിട്ട് ഇത് കാണുന്നതും ശാസ്ത്രത്തിൻ്റെ നേട്ടം. ഇതെല്ലാം ഉണ്ടെങ്കിലും നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചാൽ ഒരു വഴിതിരിഞ്ഞു പോകുന്നുണ്ടോ എന്നൊരു സംശയം. ഞാൻ കഴിഞ്ഞ മാസത്തിൽ ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ദൈവസഭയുടെ സെൻട്രൽ കൺവെൻഷൻ പ്രസംഗിക്കാൻ പോയി തൃശ്ശൂർ. അവിടെ പോയ കോഴിക്കോട്ടിനുള്ള സൂപ്പർ ഫാസ്റ്റിലാണ് പോകുന്നത്. അതിൽ കയറി തൃശ്ശൂർ ചെന്ന് കഴിഞ്ഞ ഉടനെ ഈ ഡ്രൈവറുടെ സ്പീഡാണോ അത് അശ്രദ്ധയാണോ എന്തോ തൃശ്ശൂർക്ക് പോകേണ്ട പുള്ളി ഒരു 4 കിലോമീറ്റർ പാലക്കാടിന് വിട്ടു. ഒടുവിൽ ഒരു യാത്രക്ക്, എനിക്കിതറിയാൻ പറ്റില്ല, ഞാൻ കോട്ടയംകാരനല്ലേ, ഒരു യാത്രക്കാരൻ ചെന്ന് ചോദിച്ചു, സാർ എങ്ങോട്ടായി പോകുന്നത്? അന്നേരം അയ്യോ വഴി തിരിഞ്ഞു പോയതാ. പിന്നെ തിരിഞ്ഞു വന്നു. ഇതുപോലെ മനുഷ്യൻ്റെ ലോക മനുഷ്യൻ വഴിതിരിഞ്ഞ് യാത്ര ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം. ഇനി ഞാൻ പറയുമ്പോൾ നിങ്ങൾ തേക്ക് തോടിനെയോ കേരളത്തെയോ കാണരുത്, ലോകത്തെ മുഴുവൻ കണ്ടോണം. 198 രാജ്യങ്ങളുള്ള ഈ ലോകത്തെ കണ്ടോണം. ദൈവം തമ്പുരാൻ ഏദൻ തോട്ടത്തിൽ അഥവാ സൃഷ്ടിയുടെ ആരംഭം സൃഷ്ടിച്ച കോളിഫ്ലവറും ടൊമാറ്റോയും പൊട്ടറ്റയും ഒന്നും നിങ്ങളും ഞാനും കഴിക്കുന്നില്ല. ദൈവം തമ്പുരാൻ സൃഷ്ടിച്ച കാബേജും കോളിഫ്ലവറും പൊട്ടറ്റയും പച്ചമുളകും പാവയ്ക്കായും എല്ലാം വഴിമാറി വേറെയാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. ദൈവം തമ്പുരാൻ സൃഷ്ടിച്ച മത്സ്യവുമല്ല മാംസവുമല്ല നമ്മൾ കഴിക്കുന്നത്, അതും വേറെയാണ്. കണ്ടാൽ നല്ല വെജിറ്റബിൾ, അതൊക്കെ ശരി തന്നെ. പക്ഷേ ഒറിജിനലിൻ്റെ കാലം പോയി. ഇപ്പോൾ നമ്മൾ കഴിക്കുന്നത് അത്യുൽപാദന ശേഷിയുള്ള ശാസ്ത്രത്തിൻ്റെ സംഭാവനയാണ്. ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചതെല്ലാം പോയി. അതൊന്നും ഇന്നില്ല ലോകത്തിൽ. എവിടെയെങ്കിലും വല്ല മൂലയിലുണ്ടെങ്കിലേ ഉള്ളൂ, ഇല്ലെങ്കിൽ എല്ലാം അല്ലാത്തത് തന്നെ. ദൈവം തമ്പുരാൻ ഏദൻ തോട്ടത്തിൽ പറഞ്ഞു, ഞാൻ അവന് തക്ക തുണയെ ഉണ്ടാക്കി കൊടുക്കും. ഇല്ലേ? ഇന്ന് തക്ക തുണയെ തന്നെത്താൻ കണ്ടുപിടിക്കും. അത് തുണയല്ല, മിക്കവാറും വിനയായിട്ടും മാറും. ദൈവം തമ്പുരാൻ പറഞ്ഞു, സന്താനപുഷ്ടിയുള്ളവരായി പെറ്റുവരികാൻ. ഇന്നത്തെ തലമുറ പറയുന്നു സന്താനം വേണ്ട. ലോകത്തിൽ സംസ്കാരം വളരെയധികം വർദ്ധിച്ചു. യൂണിവേഴ്സിറ്റികളുണ്ട്, കലാശാലകളുണ്ട്. എല്ലാ മതങ്ങൾക്കും എല്ലാ സഭകൾക്കും എല്ലാ രാജ്യങ്ങൾക്കും മനുഷ്യനെ സാംസ്കാരികമായി മുൻപോട്ട് നയിക്കുവാൻ ഒത്തിരി സംവിധാനങ്ങളുണ്ട്. പരിഷ്കാരത്തിൻ്റെ പരമകോടിയിൽ നമ്മൾ നിൽക്കുന്നു. ഏറ്റവും അത്യാധുനികമായ വീടുകളും സംവിധാനങ്ങളും വാഹനങ്ങളും എല്ലാ കുഗ്രാമങ്ങളിൽ പോലും ഉണ്ട്. അത്യാധുനികമായ ജീവിത സൗകര്യങ്ങൾ, ഭവനങ്ങൾ, മനോഹരമായ വാഹനങ്ങൾ, അതിസുന്ദരമായ റോഡുകൾ എല്ലാം ഉണ്ട്. എന്നാൽ ഇതെല്ലാം ഉണ്ട്, വിദ്യാഭ്യാസം വളരെയധികം കൂടി, സംസ്കാരം കൂടി, എല്ലാം കൂടിയെങ്കിലും മനുഷ്യവർഗത്തിൻ്റെ സ്വഭാവം തിരിയുന്നുണ്ടോ? ജീവനുള്ള 3 സൃഷ്ടികൾ ഈ ഭൂമിയിലുണ്ട്. പ്ലാന്റ് കിങ്ഡം, ആനിമൽ കിങ്ഡം, ഹ്യൂമൻ കിങ്ഡം. ജന്തുലോകം നോക്കിക്കേ, ജന്തുലോകം, സസ്യലോകം, മനുഷ്യലോകം, 3നും ജീവനുണ്ട്. സസ്യലോകം ജീവനുണ്ടെന്നേ ഉള്ളൂ, മറ്റൊന്നുമില്ല. എന്നാൽ ചൈതന്യവും ഒക്കെയുള്ളതാണ് ജന്തുലോകം. ആ ജന്തുലോകത്തിൻ്റെ സ്വഭാവത്തിന് അല്പം മെച്ചമല്ലാതെ കോട്ടം വന്നിട്ടില്ല. ഇവിടുത്തെ പാസ്റ്ററുടെ ഇളയ മോളോട് ഞാൻ ചോദിച്ചു, ആന വരുമോ? ആ കൊച്ചു പറഞ്ഞു, വെള്ളം കുടിച്ചു തിരിച്ച് അതുവഴി അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് കയറുകയല്ലെന്ന്. അതിന് ശകലം വകതിരി കൊണ്ട് ഇവിടെ ആൾ താമസം ഉണ്ടെന്ന്. എന്നാൽ മനുഷ്യനെ നിങ്ങളൊന്ന് നോക്കിക്കോണം. ചില വ്യത്യാസങ്ങൾ ലോകത്തിൽ മനുഷ്യനിൽ വന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയും ക്രൂരതയുള്ള ഒരു തലമുറ ഉണ്ടായിട്ടുണ്ടോ?
കാരണം പുറകെ പറയുവാനാണ് ഞാനിത് പറയുന്നത്. ഞാനൊരു സഭയ്ക്ക് വേണ്ടിയല്ല, ഒരു മതത്തിന് വേണ്ടിയല്ല, ഒരു സഭയ്ക്കെതിരല്ല, ഒരു മതത്തിനുമെതിരുമല്ല. ഈ തലമുറയിൽ ഈ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന 2 സംഭവങ്ങളെ ചൂണ്ടിക്കാണിക്കുക മാത്രം. അതുമാത്രമാണ് കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇത്രയും ക്രൂരതയുള്ള മനുഷ്യർ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ? ഒരു കാലത്ത് അമ്പും വില്ലുമായിട്ട് നടന്നപ്പോൾ മനുഷ്യർ ക്രൂരന്മാരായിരുന്നു പറയുന്നു. ഇന്ന് അതിനേക്കാൾ മാരകമായ വാർത്തകൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ടോ? സ്വാർത്ഥത പനി പോലെ ശരീരത്തിൽ, സ്വഭാവത്തിൽ പടർന്നു പിടിച്ചിട്ടില്ലേ? സ്വസ്നേഹം ശ്രദ്ധിച്ചു നോക്കിക്കേ, എവിടെയേ നോക്കിക്കേ, മ്ലേച്ഛത ആകാശത്തോളം കുമിഞ്ഞുകൂടിയോ? പത്രവാർത്തകൾ വായിക്കുവാൻ, TV ചാനലിൽ വാർത്ത കാണുവാൻ മനസ്സിന് അറപ്പ് വരുന്ന മനുഷ്യന്റെ സ്വഭാവത്തിലെ ഹീനമായ മ്ലേച്ഛതയല്ലേ? സത്യമാണോ? സ്നേഹം തണുത്തുറഞ്ഞില്ലേ? കുടുംബ ബന്ധങ്ങൾ വേർപെടുന്നില്ലേ? വിവാഹമോചനം വർദ്ധിച്ചോ? ദുഃഖത്തോടെ വിളിച്ചു പറയാം, കേരളത്തിലെ ഓരോ ജില്ലകളിലും ഫാമിലി കോർട്ടുണ്ട്, കുടുംബ കോടതി. അവിടെ നിങ്ങൾ സമയം കിട്ടിയാൽ നിരീക്ഷിക്കാനൊന്ന് പോകണം. അവിടെ നിൽക്കുന്ന ക്യൂവിൽ 95% ആരാന്നറിയാമോ? ക്രിസ്ത്യൻസ്. ഏതോ ദേവാലയത്തിൽ, ഏതോ ഹോളിൽ ഒന്നിച്ചു ചേർത്തവർ കോടതിയിൽ ചെന്ന് പറയുകയാണ് ഞങ്ങളെ വേർപെടുത്താൻ. സത്യമാണോ? സ്നേഹം തകരുന്നില്ലേ? മനുഷ്യൻ തകരുന്നത് കണ്ടോ? സ്വഭാവത്തിൽ മാറ്റം. മദ്യവും മയക്കുമരുന്നും ഈ ലോകത്തിൽ ഇതുപോലെ വിശദമായൊരു കാലമുണ്ടോ? ഒരു ഗവൺമെന്റിനും നിയന്ത്രിക്കാൻ മേലാത്ത ഒരു ലോബിയാണ് മയക്കുമരുന്ന്. അമേരിക്ക മുതൽ ഇന്ത്യ വരെ ശക്തമായ ഒരു ലോബിയാണ്. അതിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ലല്ലോ. ലോകാരോഗ്യ സംഘടന, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അടുത്തയിടെ പുറപ്പെടുവിച്ച ഒരു കണക്ക് കേട്ടാൽ ഞെട്ടിപ്പോകും. 800 കോടി ജനങ്ങൾ ഈ ലോകത്തിലുണ്ടെങ്കിൽ അതിൽ 62 കോടി ജനങ്ങളും വിവിധ കാരണങ്ങളാൽ വിഷാദ രോഗികളോ മാനസിക രോഗികളോ ആണെന്ന്. നല്ല വസ്ത്രം ധരിച്ച് മോടിയായിട്ടൊക്കെയാണ് നടക്കുന്നതെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ തട്ടിമുട്ടി വിഷാദ രോഗികളും മനോരോഗികളുമായി തീർന്നു. മുമ്പെങ്ങും ഉണ്ടാകാത്ത വിധത്തിൽ ആത്മഹത്യ പെരുകുന്നതറിയാമോ? നിരാശരുടെ ഒരു കൂടാരമായിട്ട് ഈ ഭൂമി മാറിയില്ലേ? ചതിവും വഞ്ചനയും എവിടെയും കാണാം. ബിസിനസ് മുതൽ വിവാഹം വരെ ചതിവിന്റെയും വഞ്ചനയുടെയും ബാക്കി പത്രമല്ലേ? ചതിവിൽപ്പെടുത്തി വിവാഹം നടത്തി എത്ര പെൺകുട്ടികൾ ദുഃഖം പിടിച്ച മനസ്സുമായി ഭവനങ്ങളിൽ ഇരിപ്പുണ്ടെന്നറിയാമോ? ചതിവ്, വഞ്ചന ഇത്രയും മനുഷ്യനിൽ പെരുകിയ ഒരു കാലമുണ്ടോ? പണത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഏത് ഹീനകൃത്യവും ചെയ്യുവാൻ ഒരു മടിയുമില്ലാത്ത ഒരു തലമുറയല്ലേ? ധനം സമ്പാദിക്കാനും പേരിനും പ്രശസ്തിക്കും വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ലോകം. എന്തേ മനുഷ്യന് വ്യത്യാസം? ഞാൻ പറഞ്ഞല്ലോ, മൃഗങ്ങൾക്ക് അല്പം ബെറ്ററാണ്, മനുഷ്യരെന്തുകൊണ്ട് ബെസ്റ്റ് ആകുന്നു? എല്ലാ രാജ്യങ്ങളിലും നിങ്ങൾ നോക്കിക്കേ, കുറ്റകൃത്യങ്ങൾ പെരുകുന്നു, ജയിലുകൾ നിറയുന്നു, കുറ്റവാളികളെ കൊണ്ട് നിറയുന്നു, കൊലപാതകം നടത്തുന്നവരെ കൊണ്ട് നിറയുന്നു, ജയിലുകളിൽ ഇടമില്ലാത്ത വിധത്തിലായി കഴിഞ്ഞു. ക്രിമിനൽസ് ഈ ലോകത്തിൽ പരസ്യമായി തല നീട്ടിയിട്ടില്ലേ? എല്ലാ രാജ്യങ്ങളെയും കാണണം. ദയവായി കേരളത്തിലെയോ അല്ലെങ്കിൽ നിങ്ങളുടെ തേക്കുതോട്ടനെയോ കാണരുത്. ലോകത്തെ മുഴുവൻ നോക്കിക്കേ, എവിടെയും ക്രിമിനൽസ് വർദ്ധിക്കുന്നു. ദൈവത്തെ വേണ്ട എന്ന് പറയുന്ന ഒരു പുതിയ തലമുറ ഈ സ്ഥലം മുതൽ ലോകത്തിൽ എവിടെയും ചെന്നാൽ കാണാം. ശാസ്ത്രത്തിന്റെ പുരോഗതിയിൽ പണം കയ്യിൽ ഒതുക്കാം, കയ്യിൽ വരുത്താം, ലോകത്തിൽ എവിടെ യാത്ര ചെയ്യാം, എന്തും ചെയ്യാം. അതോടുകൂടി 98% ഡെമോക്രാറ്റിക് രാജ്യങ്ങളോടായി സ്വാതന്ത്ര്യം കൂടി ആയി കഴിഞ്ഞപ്പോൾ ഇന്ന് പുതിയ തലമുറ ദൈവത്തെ വേണ്ട എന്ന് പറയുന്ന ഒരു തലമുറ തല നീട്ടിക്കഴിഞ്ഞു. ദേവാലയങ്ങളിൽ പോകാതെ, ആരാധനയ്ക്ക് വരാതെ, ഭവനത്തിൽ ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പുതിയ തലമുറ ഇല്ലേ? മാതാപിതാക്കളെ അനുസരിക്കാത്ത ഒരു പുതിയ തലമുറയല്ലേ?
അനുസരണക്കേട് ലോകം മുഴുവൻ വ്യാപിച്ചതറിയാമോ? കഴിഞ്ഞ തലമുറയിൽ ഭാര്യ, കേരള ഭാഷ പറയാം, കഴിഞ്ഞ തലമുറയിൽ ഭർത്താവ് ഭാര്യയോട് പറയും, എൻ്റെ ഭാര്യയുടെ ചേർത്തങ്ങ് പറഞ്ഞേക്കാം, അപ്പം കുഴപ്പമില്ലല്ലോ. കഴിഞ്ഞ തലമുറ വരെ ഭർത്താവ് ഭാര്യയോട് പറയും, സൂസമ്മേ ഒരു കപ്പ് ചായ ഇട്ടുകൊണ്ട് വാ. ഈ തലമുറയിൽ എങ്ങനെ പറയാനൊക്കത്തില്ല, സൂസമ്മേ ഒരു കപ്പ് ചായ ഇട്ടുകൊണ്ട് വരാമോ എന്നേ ചോദിക്കത്തുള്ളൂ. കാരണം കൂടുതൽ ചോദിച്ചാൽ ചോദിക്കും, നിങ്ങൾ ചായ തിളപ്പിച്ചാൽ തിളക്കത്തില്ലേ? ശരിയാണോ? അനുസരണക്കേട് ലോകം മുഴുവനായിട്ടില്ലേ? മാതാപിതാക്കളെ അനുസരിക്കാൻ മടിക്കുന്ന കുഞ്ഞുങ്ങളല്ലേ? മേലധികാരികളെ അനുസരിക്കാൻ മടിക്കുന്ന തലമുറ, നിയമത്തെ നിഷേധിക്കാൻ ഒരു മടിയുമില്ലാത്തവർ. എന്തു പറ്റി മനുഷ്യവർഗത്തിന്? അതെ, ഒരു മുന്നറിയിപ്പ്, ഒരു യുഗത്തിന്റെ അവസാനം, മറ്റൊരു പൈശാചിക ഭരണത്തിന്റെ ആരംഭം. ഇതിന്റെ രണ്ടിന്റെയും അവസാന ഘട്ടത്തിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. ഒരു യുഗം ഈ തലമുറയിൽ തീരും. എൻ്റെ പ്രഭാഷണം കേൾക്കുന്നവരുടെ തലമുറയിൽ ഒരു യുഗം തീരും. ആ യുഗത്തിന്റെ പേര് ദൈവദാസന്മാർ പറയും കൃപായുഗം. എന്താണ് ഈ കൃപായുഗം? 6000 വർഷങ്ങൾക്ക് മുൻപ് ദൈവം എല്ലാം തൻ്റെ ശബ്ദത്താൽ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ശബ്ദത്താൽ സൃഷ്ടി മനോഹരമായി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ ശബ്ദത്തിൻ്റെ ശക്തി ദൈവമക്കൾ മനസ്സിലാക്കണം. ആ പവർ നോക്കിക്കോണം. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ കുരങ്ങിനെ ആനയുടെ മുഖം കിട്ടിയില്ല, ആനയ്ക്ക് പന്നിയുടെ മുഖം കിട്ടിയില്ല, പുലിക്ക് പൂച്ചയുടെ മുഖം കിട്ടിയില്ല, കടുവായ്ക്ക് സിംഹത്തിന്റെ മുഖം കിട്ടിയില്ല. ഇതുവല്ലോ കിട്ടിയോ? എല്ലാം അതതിൻ്റെ ക്യാരക്ടറിനും അതതിൻ്റെ ആവശ്യങ്ങൾക്കും വേണ്ടുന്ന മുഖവും സ്വഭാവവും തൻ്റെ ശബ്ദത്തിൻ്റെ ശക്തിയായി. അപ്പൊ എന്നാ ശബ്ദമായിരിക്കും തൻ്റെ ശബ്ദത്തിൻ്റെ ശക്തി? ഇവിടെ ഇരുന്നുകൊണ്ട് കർത്താവിൻ്റെ ദാസന്മാരാരേലും വന്ന് അല്ലെ പാടുന്ന സഹോദരങ്ങൾ മുമ്പേ പറഞ്ഞു, കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാൻ പറഞ്ഞു. ആ സഹോദരന്റെ ശബ്ദത്തിൽ നിങ്ങൾ കരങ്ങൾ ഉയർത്തി എങ്കിൽ സർവശക്തനായ ദൈവത്തിൻ്റെ ശബ്ദത്താൽ സകലതും സൃഷ്ടിക്കപ്പെട്ടു. ആ സർവശക്തനായ ദൈവം എൻ്റെയും നിങ്ങളുടെയും മനുഷ്യൻ്റെയും കാര്യത്തിൽ ശബ്ദത്താലല്ല സൃഷ്ടിച്ചതെന്നറിയാം. ഭൂമിയിലെ പൊടിയെടുത്തു. കാൽസ്യം, ഓക്സിജൻ, മഗ്നീഷ്യം, അയൺ, ഈ ഘടകം ആ പൊടി, മണ്ണല്ല പൊടി. മണ്ണിൽ നിന്നല്ല നമ്മളെ സൃഷ്ടിച്ചത്, നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് പൊടിയിൽ നിന്നാണ്. മണ്ണിൽ നിന്നാണ് കളി. ഇതല്ല, മണ്ണിനകത്ത് 94 എലിമെൻ്റ് ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ കയറിയ അപകടമാണ്. അതിനാ 20 എലിമെൻ്റേ ഉള്ളു പൊടിയിൽ. സ്തോത്രം. മണ്ണിനകത്തെ മുഖ്യ ഘടകം എന്നാണെന്നറിയാമോ? ഫെറോക്സോൺ എന്ന് പറയും. അതാണ് മണ്ണിൻ്റെ 80% എന്ന് പറഞ്ഞാൽ കരിങ്കല്ല്, വെട്ടുകല്ല്. ഇതാണ് ഫെറോക്സോൺ. മണ്ണുകൊണ്ട് നമ്മളെ സൃഷ്ടിച്ചിരുന്നെങ്കിൽ ഞാൻ ഓർക്കും, എൻ്റെ കൊച്ചുമക്കൾ എനിക്ക് ഉമ്മ തരുമ്പം അതിങ്ങളുടെ മൂക്ക് കാണുകയില്ല, എൻ്റെ മൂക്കും കാണുകയില്ല. വേറെ കല്ലും കൂടെ കൂട്ടിമുട്ടുന്നത്. മണ്ണിൻ്റെ അടുത്ത ഘടകമാണ് ഗോൾഡ്, സ്വർണം. ഈ മുറ്റത്ത് സ്വർണ്ണമുണ്ട്, പക്ഷേ 1 ഗ്രാം സ്വർണം എടുക്കണേ 100 ഗ്രാമിൻ്റെ ചിലവുണ്ട്. അതിനും ആരും മെനക്കെടാത്തത്. അടിയിലോട്ട് പോയ സ്വർണം, അതിനാ കോളാറിലൊക്കെ സ്വർണ്ണ ഖനനം ചെയ്യുന്ന ആഫ്രിക്കയിലെല്ലാം അടിയിൽ നിന്നാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഇന്ന് വ്യാജ സ്വർണ്ണം ഇട്ടിട്ട് നടന്ന കഴുത്ത് വെട്ടുന്ന കാലമാണ്. അപ്പം ശരീരത്തിനകത്തെങ്ങാനും സ്വർണത്തിൻ്റെ അംശം ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ നല്ല വണ്ണമുള്ളതിനൊക്കെ ഒറ്റയ്ക്കെങ്ങാനും വല്ല റബ്ബർ തോട്ടത്തിലും കിട്ടിയാൽ പിടിച്ച് തല്ലിക്കൊന്ന് മാറ്റി സ്വർണം എടുക്കും. അത് വരാതിരിക്കാൻ ദൈവം എത്ര ഭയങ്കരമായ സൃഷ്ടിയാണ്. മണ്ണിൽ നിന്നെടുക്കാതെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള അയണും കാൽസ്യവും എല്ലാം അടങ്ങിയ പൊടിയിലെടുത്തിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചത് തൻ്റെ ശ്വാസത്താൽ സൃഷ്ടിച്ചു എന്ന് തിരുവചനം പറയുമ്പോൾ ദൈവം ഓക്സിജൻ ഊതിയെന്നല്ല, ദൈവം ശ്വാസം വലിക്കുന്നവനല്ല, തൻ്റെ ശക്തി ഇൻസേർട്ട് ചെയ്തു. ദൈവത്തിൻ്റെ ശക്തി മനുഷ്യനിലേക്ക് ഇൻസേർട്ട് ചെയ്തു. ഇവിടെ ഇരിക്കുന്ന സകല മനുഷ്യരും, ഇന്ന് ലോകത്തിൽ ജീവിക്കുന്ന 800 കോടി ജീവനങ്ങളും എല്ലാവരുടെയും ശരീരത്തിലിരിക്കുന്ന ശക്തി സർവശക്തനായ ദൈവത്തിൻ്റെ ശക്തിയുടെ ഒരു ഭാഗമാണ്. അത് ക്രൈസ്തവർക്കെന്നൊന്നുമില്ല. മനുഷ്യനാണോ അവൻ ജീവിച്ചിരിക്കുന്നത്, അവൻ്റെ DNA ലൈവായി പിരാമിഡിൻ, പ്യൂരിറ്റിൻ എന്ന് പറയുന്ന 2 ഘടകങ്ങൾ ഉണ്ടായതിൻ്റെ കാരണം ദൈവത്തിൻ്റെ ശക്തിയുടെ തുടർച്ചയാണ്. അങ്ങനെ ശക്തിയോടെ സൃഷ്ടിച്ചിട്ട് ദൈവം പറഞ്ഞു, സന്താന പുഷ്ടിയുള്ളവരായി പെറ്റുപെരുകി
ഭൂമിയിൽ നിറഞ്ഞ് അതിനെ വാഴുവീൻ. 26 വാക്യം വാക്യം മോളെ. ഉൽപ്പത്തി പുസ്തകം 1 അധ്യായം 26 വാക്യം. നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹമാ വാഴട്ടെ. മനുഷ്യൻ പാപം ചെയ്തിട്ടും മനുഷ്യൻ എല്ലാത്തിന്മേലും ആധിപത്യം നടത്തുന്നത് അവന്റെ ബുദ്ധിയുടെ മിടുക്ക് മാത്രമല്ല, ദൈവത്തിന്റെ അന്നത്തെ ഭാവുകമാ. 5.5 കോടി കിലോമീറ്റർ അകലെയുള്ള ചൊവ്വയിലേക്ക് മനുഷ്യൻ പോകാൻ തയ്യാറെടുക്കുന്നതും നീൽ ആംസ്ട്രോങ് 3.25 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ചന്ദ്രനിൽ നീന്തിയതും, പ്രൈസ് ദി ലോർഡ്, നോക്കിക്കേ, ഷെർപ്പ ടെൻസിങ് എവറസ്റ്റിന്റെ മുകളിൽ കയറിയതും, മനുഷ്യൻ മുഴുവൻ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അവന് ഊർജം കിട്ടിയത് ദൈവത്തിന്റെ അനുഗ്രഹമാ. ഈ റോഡിൽ കൂടെ നടക്കുന്ന കൊമ്പനാനയുടെ തൂക്കം അറിയാവോ? 6000 കിലോ, 13 അടി പൊക്കം. 13 അടി പൊക്കം, 6000 കിലോ തൂക്കമുള്ള കൊമ്പനാനെ നടത്തുന്ന പാപ്പാന്റെ പൊക്കം 4 അടി, തൂക്കം 40 കിലോ. അത് തിരിയിടാന്ന് പറഞ്ഞാൽ തിരിയുന്നത് 40 കിലോയുടെ ബലമല്ല, ദൈവത്തിന്റെ അനുഗ്രഹമാണ്. അങ്ങനെ സന്താനപുഷ്ടിയുള്ളവരായി പെറ്റുപെരുകി ഭൂമിയിൽ നിറയുവാൻ അനുഗ്രഹിച്ചപ്പോൾ, ഈ ഭൂമിയിൽ നിറഞ്ഞപ്പോൾ തിന്മയുടെ ശക്തിയായ സാത്താൻ ഇത് മനസ്സിലായി. തിന്മയുടെ ശക്തിയായ സാത്താൻ അവനെ ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ 6.5 കോടി വർഷം മുൻപേ അഹങ്കരിച്ച ദൈവദൂതൻ. 6.5 കോടി വർഷം മുമ്പാണ് ഈ ഭൂമി അസ്ട്രോയിഡ് അടിച്ച് ദൈവം പാഴ്ശൂന്യവുമാക്കിയതെന്ന് സയൻസ് കണ്ടെത്തി. അങ്ങനെയാണെങ്കിൽ ഭൂമി പാഴ്ശൂന്യവുമാകുന്നതിന് മുൻപേ ഈ ഭൂമിയിലും സ്വർഗത്തിലും ഉണ്ടായിരുന്ന ആധിപത്യം ഉണ്ടായിരുന്ന ലൂസിഫർ എന്ന ദൈവദൂതൻ അഹങ്കരിച്ചപ്പോൾ ദൈവം അവന്റെ തേജസ് മാറ്റി അവനെ സാത്താനാക്കി. അപ്പോൾ അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഇന്നും അനുവാദമുണ്ട്, അന്നും അനുവാദമുണ്ട്. കാരണം ദൈവം സർവശക്തനായതുകൊണ്ടാ. അവന് സ്വർഗത്തിൽ കയറാതെ ബാൻ ചെയ്തിരുന്നെങ്കിൽ താഴെ നിന്നുകൊണ്ട് അവൻ പറഞ്ഞേനെ, എനിക്കൊരു അവസരം കിട്ടിയാൽ ഞാനൊരു കളി കാണിക്കാമെന്ന്. ദൈവം സർവശക്തനായാൽ അവൻ സ്വർഗത്തിൽ ചെന്നാൽ ഒന്നും ചെയ്യാനൊക്കത്തില്ല. അതുകൊണ്ടാണ് സ്വർഗത്തിൽ പ്രവേശനം. അവൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, അവൻ ഒരിക്കൽ നിന്ന് ദൈവത്തെ ആരാധിച്ച സ്ഥലം, അതിസുന്ദരമായ സ്ഥലം. അവിടെ വേറെ ദൈവദൂതന്മാരെ സൃഷ്ടിച്ചിട്ടില്ല. അവിടെ ദൈവം ശില്പിയായി 85 ലക്ഷം അടി പൊക്കത്തിൽ അതിസുന്ദരമായ ഒരു കൊട്ടാരം നിർമ്മിക്കുന്നു. ആ കൊട്ടാരത്തെ കുറിച്ച് ആ സഹോദരന്മാർ അല്പം മുമ്പേ പാടിയത്, എൻ ഭവനം മനോഹരം. ഈ ഭൂമിയിലെ രത്നങ്ങൾ ഭൂമിയുടെ അടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതാ. സ്വർഗത്തിൽ ദൈവം തമ്പുരാൻ 85 ലക്ഷം അടി പൊക്കത്തിൽ വീതിയിൽ നിർമ്മിക്കുന്ന മനോഹരമായ പട്ടണത്തിന്റെ രത്നങ്ങൾ വെളിപ്പാട് 22 കാണാം. വൈഡൂര്യം, മരതകം, മാണിക്യം, ഇതെല്ലാം സ്വർഗീയ തേജസ്സിന്റെ രത്നങ്ങൾ കൊണ്ട് അതിസുന്ദരമായ ഒരു പട്ടണം ദൈവം ശില്പിയായി നിർമ്മിക്കുന്നു. അവിടെ വേറെ ദൂതന്മാരെ സൃഷ്ടിച്ചില്ല. മനോഹരമായ ഒരു ഭവനം ദൈവം സൃഷ്ടിച്ചപ്പോൾ ആളുപാർപ്പില്ലാതെ പൂട്ടിയിടാനല്ല. കേരളത്തിൽ വരുന്നു, പൂട്ടിയിടുന്ന കെട്ടിടങ്ങൾക്കെല്ലാം ഡബിൾ നികുതി വരാൻ പോവുക. ഇവിടെ നിന്ന് മനോഹരമായ വീടുകൾ പണിത് പൂട്ടിയിട്ടിരിക്കുക. അത് ഗവൺമെന്റ് കണ്ടുപിടിച്ചപ്പോൾ ടാക്സ് അടയ്ക്കാൻ പോവുക. സ്വർഗത്തിൽ അതിസുന്ദരമായ കെട്ടിടം, അഥവാ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പുതിയ യെരൂശലേം, അത് വെട്ടി പൂട്ടിയിടാനല്ല, അവിടെ താമസിപ്പിക്കാൻ ആളുകളെ കൊണ്ടുവരുന്നത് സാത്താൻ അറിയാം. അവൻ നോക്കിയപ്പോൾ സ്വർഗത്തിൽ വേറെ ദൂതന്മാരെ സൃഷ്ടിച്ചിട്ടില്ല. എന്നാൽ ഭൂമിയിൽ ദൈവത്തിന്റെ ശക്തിയിൽ ഒരു വർഗത്തെ സൃഷ്ടിച്ചിരിക്കുന്നു, മനുഷ്യൻ. അവൻ ജ്ഞാനസമ്പൂർണനാകയാൽ അവന് സംഗതി പിടികിട്ടി. മനുഷ്യന്റെ അകത്തെ ശക്തി ദൈവത്തിൻ്റെതാകയാൽ ദൈവശക്തിക്ക് അവസാനമില്ല. ദൈവശക്തി എന്നുമെന്നും, ദൈവം നിത്യനാ, ദൈവം സ്വർഗീയനാ, ദൈവത്തിൻ്റെ ശക്തി നിത്യമാം. അതുകൊണ്ട് ഈ ദൈവശക്തിയാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ നോക്കിക്കോണേ, അവനെ സ്വർഗത്തിൽ കൊണ്ടുപോകും എന്നവന് മനസ്സിലായി. അപ്പോൾ അവൻ ജ്ഞാനസമ്പൂർണനാകിയാൽ അവന് മറ്റൊരു മർമ്മം മനസ്സിലായി. ഇത്രയുമൊക്കെ ഭാവുകത്തോടെ സൃഷ്ടിച്ചിരിക്കുന്നെങ്കിലും മനുഷ്യന്റെ ഇച്ഛാശക്തി സ്വതന്ത്രമാണ്. ആദത്തിനോട് പറഞ്ഞത്, ആ തോട്ടത്തിലെ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുതെന്ന, നിനക്ക് തിന്നാൻ സാധിക്കത്തില്ലെന്നല്ല, യു കനോട്ട് ഈറ്റ് എന്നല്ല, യു ഡു നോട്ട് ഈറ്റ്. വേണേ തിന്നാം, തിന്നുന്ന നാളിൽ നീ മരിക്കും.
വിൽ പവർ എൻ്റെയും നിങ്ങളുടെയും എന്നും സ്വാതന്ത്ര്യമാണ്. അത് ദൈവം സർവശക്തനാകയാൽ, അല്ലെങ്കിൽ ഒരുമാതിരി അടിമകളെ പോലെ ഇരിക്കും നമ്മൾ. അതിനാണ് മനുഷ്യൻ എങ്ങനെ അടിമയാകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു മന്ദബുദ്ധിയായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. വിൽ പവർ സ്വാതന്ത്ര്യത്തോടെ ദൈവം സൃഷ്ടിച്ചു. അതാണ് ദൈവത്തിൻ്റെ മഹത്വം. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം അതാ. ദൈവത്തിന് വേണം, നോക്കിക്കേ, ഈ മൃഗങ്ങളുടെ എല്ലാം വിൽ പവറിന് ദൈവം ഒരു പവർ വെച്ചിട്ടുണ്ട്, ഒരു ഓർഡർ. മൃഗങ്ങൾക്ക് സ്നേഹമുണ്ട്, നമുക്ക് സ്നേഹമുണ്ട്. വ്യത്യാസം കണ്ടോ? ഒരു പശു പ്രസവിക്കും, പശു പ്രസവിച്ചാൽ എന്നാ സ്നേഹമാണ്. പശുവിനെ വളർത്തുന്ന ഈ ഗ്രാമപ്രദേശത്ത് അറിയാമല്ലോ ഇല്ലേ? നേരം വെളുതാ കിടന്ന് മുഴങ്ങാൻ തുടങ്ങും അമ്മ കുഞ്ഞിനെ കാണാൻ, എന്നാ സ്നേഹമാണ് അല്ലേ? അഴിച്ച് നിങ്ങളൊന്ന് വിട്ടു നോക്കിക്കേ, ഒരു വഴിയും ആരും പറഞ്ഞു കൊടുക്കണ്ട. നേരെ അമ്മയുടെ അടുക്കൽ ചെല്ലുന്നു. അമ്മയുടെ അടുക്കൽ ചെന്ന് പാല് കുടിക്കുമ്പം അമ്മ എന്നാ ചെയ്യുന്നത്? കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ്. അല്ല, ശരീരം മുഴുവൻ മസിൽ പ്രസ് ചെയ്ത് ഇഷ്ടം പോലെ കൊടുക്കും, കുടിച്ചോ കുഞ്ഞെന്ന്. എന്നിട്ട് നക്കും കുഞ്ഞിനെ. എന്നാ സ്നേഹമാണ് ഇല്ലേ? എത്ര നാളുണ്ട് ഈ സ്നേഹമെന്നറിയാവോ? 8 മാസം. അത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, അമ്മയുടെ ശരീരത്തിൻ്റെ ഘടനയ്ക്ക് അടുത്ത പ്രസവത്തിൻ്റെ ഹീറ്റിംഗ് വരുമ്പം തലേദിവസം കുടിക്കാൻ ചെന്നതിനെ പിറ്റേ ദിവസം കുത്തി ഒരു മാറ്റം. ഇനി മേലാ നിന്നിലേക്ക് വരരുത്. അതാണ് പീരിയോഡിക്കൽ ലവ്. ഏതെങ്കിലും കൊച്ചുമക്കളെ കുത്തി മാറ്റുന്ന അപ്പന്മാരിവിടെ ഉണ്ടോ? അപ്പോൾ വിൽ പവർ കണ്ടോ? അതിനൊന്നും വിൽ പവർ ഇല്ല, ഒന്നിനുമില്ല. ടെമ്പററി ലവ്, പീരിയോഡിക് ലവ് മാത്രമേ ഉള്ളൂ. അതാണ് വിൽ പവർ ഉള്ളത്. നമുക്ക് വിൽ പവർ, ഇച്ഛാശക്തി, സ്വതന്ത്രം. ആ ഇച്ഛാശക്തി സ്വതന്ത്രമായി സൃഷ്ടിച്ചപ്പോൾ സത്താന് മനസ്സിലായി, അവിടെ കയറി ഒരു ട്രൈ ചെയ്താൽ ഇവനെ സ്വർഗത്തിൽ കൊണ്ടുപോകാതിരിക്കാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ വല്യമ്പച്ചിയുടെ അടുക്കെ കയറി വിൽ പവറിലോട് കയറി ഒരു അടിയടിച്ചു. അതാണ് വൃക്ഷഫലം തിന്നാൻ നല്ലത്, കാണുവാൻ ഭംഗി, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യൊന്ന് സ്ത്രീ കണ്ടു. വിൽ പവർ, ഇച്ഛാശക്തി. നിങ്ങളെയും എന്നെയും സാത്താൻ വീഴിക്കാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് പ്രിയമുള്ളവരെ. ഇച്ഛാശക്തിയിൽ അവൻ കടന്നു കയറും. എന്നാൽ ദൈവം തമ്പുരാൻ ഇന്ന് നമുക്കൊരു ഗുണം ചെയ്തിട്ടുണ്ട്. ഇച്ഛാശക്തിയിൽ അവൻ കടന്നു കയറാതിരിക്കാൻ ഒരു വലിയ മതിൽ നമ്മുടെ ഇച്ഛാശക്തിക്ക് ചുറ്റിലും ദൈവമക്കൾക്ക് മാത്രം കെട്ടിയിട്ടുണ്ട്. അതെന്നാ പൊക്കമെന്നറിയാവോ? ആ മതിലിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. അതെല്ലാവർക്കും ഒന്നുമില്ല, ദൈവകൃപയിൽ വന്നവർക്ക് മാത്രം ആ ശക്തിയുണ്ട്. ആ മതിൽ ചാടിക്കയറാൻ അവന് പറ്റത്തില്ല. ആ ശക്തി സ്വർഗത്തിലേതാ? അത് ദൈവത്തിന്റെ ശക്തി. The power of heaven, the power of God, the power of spirit. He is making a strong wall around our will power to defend devil. സാത്താനെ തോൽപ്പിക്കാൻ, സാത്താനെ പരാജയപ്പെടുത്തുവാൻ ദൈവമക്കളുടെ ഉള്ളിൽ മാത്രം സ്വർഗം തന്നിരിക്കുന്ന വലിയ മതിലാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി. സന്തോഷമുള്ളവർ കരങ്ങളെ കുറിച്ച് സ്തുതിച്ചേ. അങ്ങനെ മനുഷ്യർ പാപം ചെയ്തു, തേജസ് പോയി, നഷ്ടപ്പെട്ടു. അതുവരെ ദൈവത്തെ കാണുമ്പം ഓടിച്ചെന്ന പുള്ളികൾ പോയി ഒളിച്ചിരിക്കാൻ തുടങ്ങി. സാത്താന് സന്തോഷമായി വരുന്നില്ല. പക്ഷെങ്കിൽ സാത്താൻ അറിയാതൊരു കാര്യം സ്വർഗം തീരുമാനിച്ചിരുന്നു, തൻ്റെ സൃഷ്ടിയെ വീണ്ടെടുക്കും. അവൻ ആദ്യം ഇത് അറിഞ്ഞില്ല. തൻ്റെ സൃഷ്ടിയെ വീണ്ടെടുക്കാൻ ദൈവം ഒരു പ്ലാൻ ഇട്ടു. അതുകൊണ്ടാണ് വെളിപ്പാട് 13:8 പറയുന്നത്, നോക്കിക്കേ എന്താ പറയുന്നത് അറിയാവോ? വെളിപ്പാട് 13:8 വായിച്ചേ. വെളിപ്പാട് 13:8. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട്, ലോകത്തെ സൃഷ്ടിച്ചപ്പോൾ തന്നെ കുഞ്ഞാട് അറുക്കപ്പെട്ടു. കാരണം ദൈവത്തിന്റെ തിരുമനസ്സിൽ പദ്ധതി വന്നു. ദൈവത്തിന്റെ അതുല്യമായ സകല നിർണയത്താലും ദൈവത്തിന് മനസ്സിലായി, സാത്താൻ പ്രലോഭിപ്പിക്കും, മനുഷ്യൻ പാപം ചെയ്യും, അവൻ തേജസ് നഷ്ടപ്പെട്ടും നിത്യ നരകത്തിനിടയാകും, സാത്താൻ സന്തോഷിക്കുമെന്ന്. എന്നാൽ സ്വർഗം തീരുമാനിച്ചു, എൻ്റെ സൃഷ്ടിയെ ഞാൻ വീണ്ടെടുക്കണം. അതിന് സ്വർഗത്തിലൊരു പ്രൈവറ്റ് കോൺഫറൻസ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മാത്രം അടങ്ങുന്ന ഒരു കോൺഫറൻസ്. ദൂതന്മാരെ പോലും വിളിച്ചില്ല. അവിടെ വെച്ച് ചോദിച്ചു, ആർ നമുക്ക് വേണ്ടി പോകും? ഒന്നാം ശക്തി ചോദിച്ചപ്പോൾ പുത്രൻ പറഞ്ഞു, ഞാൻ പോകാം. സാത്താൻ ഞെട്ടിപ്പോയി. ദൈവം ഇറങ്ങി വരുന്നു. ഒരു പണിയും നടക്കത്തില്ലെന്ന് അവനറിയാം. യഹോവയായ ദൈവം ഇറങ്ങി വരുന്നു. എന്നിട്ടും അവൻ ശകലം പാലാട്ടി നോക്കി. ഈ നാടൻ ഭാഷ പറയും, ഞങ്ങളോടൊക്കെ പറയും, ചാകാൻ നേരത്തും കുറുക്കൻ്റെ കണ്ണ് കോഴിക്കൂട്ടിലോട്ടാണ് ഇല്ലേ? ഇപ്പം കോഴി വളർത്തലും ഇല്ല, കുറുക്കനും ഇല്ല ഞങ്ങളവിടെ, എങ്കിലും പഴഞ്ചൊല്ല എന്ന് പറഞ്ഞ പോലെ. എന്നിട്ട് സാത്താൻ ഒരു ടെക്നിക്ക് ഹെരോദാവിനെ കൊണ്ടൊരു തീർപ്പൊപ്പിടിക്കാൻ നോക്കി. പക്ഷെ അതിനു മുമ്പ് ഇമ്മാനുവേൽ 200 മൈൽ അപ്പുറത്ത് പോയി കഴിഞ്ഞു.
അങ്ങനെ അവന്റെ പുത്രനായ ക്രിസ്തു വചനം, യോഹന്നാൻ 1:14, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. എന്തിന് യേശു വന്നു? വായിക്കാം. 1 യോഹന്നാൻ 1:7. കർത്താവ് വന്നത് മതം സ്ഥാപിക്കാനല്ല, മറ്റുള്ളവരെ പിടിച്ചു പറിക്കാനല്ല. കർത്താവ് എന്തിനീ ലോകത്തിൽ വന്നു? വഴക്കുണ്ടാക്കാനല്ല, തല്ലുണ്ടാക്കാനല്ല. എന്തിനാണ് യേശു വന്നത്? 1 യോഹന്നാൻ 1:7. അവൻ സാക്ഷ്യത്തിനായി 1 യോഹന്നാൻ 1:7. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ദൈവമക്കളെ, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. എന്തിനാ ഈ രക്തം ശുദ്ധീകരിക്കുന്നത്? മെഡിക്കൽ സയൻസ് ഇത്ര ഒത്തിരി പുരോഗമിച്ചു. മെഡിക്കൽ സയൻസ് പോലും രക്തത്തിൻ്റെ ശക്തി മനസ്സിലാക്കിയത് വെറും ഇന്നത്തെ രീതിയിൽ മനസ്സിലാക്കിയത് 500 വർഷങ്ങളേ ആയുള്ളൂ. എന്നാൽ 3000 വർഷം മുമ്പ് വേദപുസ്തകത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ലേവ്യ പുസ്തകം 17:11, മാംസത്തിൻ്റെ ജീവൻ രക്തത്തിൽ. ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ ഡോക്ടർ ആദ്യമേ പറയുന്നത് എന്തുവാ? ബ്ലഡ് ഒന്ന് പരിശോധിക്കാവുന്ന. അപ്പോൾ രക്തത്തിനകത്താണ് എല്ലാം കിടക്കുന്നത്. പാപം കിടക്കുന്നതും രക്തത്തിലാണ്. ആ രക്തത്തെ ശുദ്ധീകരിക്കണമെങ്കിൽ ഒരു സ്പിരിച്വൽ ഡയാലിസിസ് ചെയ്യണം. നമുക്ക് കിഡ്നി ഫെയിലായ, റീനൽ തകരാറുള്ള ആളുകളെ നമുക്കറിയാം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡയാലിസിസ് ചെയ്യും. അറിയാമല്ലോ, ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ ആ രോഗിയുടെ മുഴുവൻ രക്തവും ക്ലീൻ ചെയ്യാൻ കിഡ്നിക്ക് പറ്റുന്നില്ല. അതിന് പകരം ഒരു കൃത്രിമ കിഡ്നി മിഷൻ ഉണ്ടാക്കിയിട്ട് ആ വ്യക്തിയുടെ രക്തം മുഴുവൻ ആ മിഷനെ കയറ്റിയിട്ട് ക്ലീൻ ചെയ്ത് കയറ്റി വിടുക. അതിനെ ആഴ്ചയിൽ 1, ആഴ്ചയിൽ 2 പറയുന്നത് എത്ര ദിവസം കപ്പാസിറ്റി ഉണ്ടോ അതനുസരിച്ചാണ്. എങ്കിൽ മനുഷ്യൻ്റെ പാപം കിടക്കുന്നത് രക്തത്തിലാണ്. പാപം കിടക്കുന്നത് രക്തത്തിലാണെന്ന് എങ്ങനെ അറിയാം? കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരുടെ പ്രായം നോക്കിക്കോണം. ഏത് പ്രായക്കാരാ? വൃദ്ധന്മാർ ചെയ്യുന്ന പാപമുണ്ട്. താരതമ്യേന ആരാണ് ഈ കൂടുതൽ പാപം ചെയ്യുന്നത്? ചെറുപ്പക്കാരും മധ്യവയസ്കരും ഒക്കെ അല്ലേ? പറയത്തില്ല എൻ്റെ ചോര തിളയ്ക്കുന്നെന്ന്. എന്നെ പോലെ 85 വയസ്സുള്ള ഒരുത്തനും ചോര തിളയ്ക്കുമെന്ന് പറയത്തില്ല. എന്നാ പിടിച്ചു നിൽക്കാൻ തന്നെ പാടാ, പിന്നല്ലേ ചോര തിളയ്ക്കുന്നത്. അപ്പോൾ ഈ ഇരിക്കുന്ന ചെറുപ്പക്കാർ ദൈവദാസന്മാരുടെ ചോര തിളയ്ക്കും. കാരണം അവരൊക്കെ നല്ല പ്രായക്കാരാ. പ്രൈസ് ദി ലോർഡ്. അപ്പം നല്ല പ്രായം അനുസരിച്ചാണ് ചോര കിടക്കുന്നത്. അത് കഴുകി വെടിപ്പാക്കാൻ ഈ ലോകത്തിലെ ഒരു ഡിറ്റർജന്റും സാധിക്കത്തില്ല. മാത്രമല്ല, ഇനി ഒരു മാലാഖയെ വിടാന്ന് വെച്ചാൽ മനുഷ്യൻ ദൈവത്തിൻ്റെ ശ്വാസം കൊണ്ട് സൃഷ്ടിച്ചതാ. അത് മാലാഖയെ കൊണ്ട് ക്ലീൻ ചെയ്യാനൊക്കത്തില്ല. അതുകൊണ്ടാണ് യഹോവയായ ദൈവം മനുഷ്യനായി അവതരിച്ചത്. ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയല്ല, ഒരു മതത്തിന് വേണ്ടിയല്ല. തൻ്റെ സൃഷ്ടിയായ മനുഷ്യവർഗത്തിൻ്റെ പാപം മാറ്റുവാൻ സ്വർഗമിറങ്ങി വന്നതാണ്. വിശ്വാസത്തിൻ്റെ കുഴൽ കൊണ്ട് ഏറ്റുപറയുമ്പോൾ മിഷന്റെ മുമ്പിൽ രോഗി എന്ന് കിടക്കുന്നത് പോലെ തൻ്റെ ലംഘനങ്ങളെ ഏറ്റുപറയുമ്പോൾ ക്ഷമ തരുന്ന സ്നേഹസ്വരൂപനായ ഒരു ദൈവം. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാരാ? സ്തോത്രം. നിരവധി ഭാഗ്യവാന്മാരുണ്ട്, നമുക്കറിയാം. എന്നാൽ ആ ഭാഗ്യത്തിനൊക്കെ പരിമിതിയുണ്ട്. ഈ ലോകത്തിലെ സകല ഭാഗ്യത്തിനും പരിമിതി. പ്രധാനമന്ത്രിയാകുന്നതും ഭാഗ്യമാണ്, പ്രസിഡൻ്റാകുന്നതും ഭാഗ്യമാണ്. പക്ഷെ അതൊക്കെ ഒരു പ്രായം കഴിയുമ്പോൾ സംഗതി തീർന്നു, അല്ലേ? എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരാന്നറിയാമോ? കർത്താവായ യേശുവിൻ്റെ രക്തം കൊണ്ട് ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. കാരണം മനുഷ്യൻ്റെ ആത്മാവ് ഈ ലോകത്തിലേക്കുള്ളതല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു കവറ് മാത്രമാണ് എൻ്റെ നിങ്ങളുടെ ശരീരം. ഈ കവറിന് ദൈവം ഇന്നത്തെ സിസ്റ്റത്തിൽ വെച്ചിരിക്കുന്ന ടൈമാണ് 70, 80, 85, മാക്സിമം 90 വരെയൊക്കെ വെച്ചിരിക്കുന്നത്. ഈ കവറിൻ്റെ ഗ്യാരണ്ടിയാണ്. കേരള ഗവൺമെൻറ് ഒരു കാറിന് വെച്ചിരിക്കുന്നത് 15 വർഷമാണ്. 15 വർഷം കഴിയുമ്പോൾ റീ രജിസ്ട്രേഷൻ ചെയ്യണം. പിന്നെ അതിന് ഒത്തിരി ചടങ്ങാണ്. അതിൻ്റെ 15 വർഷം കഴിയുമ്പോൾ അതിന് രോഗം തുടങ്ങും. പതുക്കെ പിന്നെ ഓടത്തില്ല. ഒരു 20 കഴിയുമ്പോൾ പിന്നെ കണ്ടം ചെയ്യണം. ഇതുപോലെ നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ഇന്നത്തെ സിസ്റ്റത്തിൽ പഴയ കാലത്തെ വേറെയാണ്. ഇന്നത്തെ ആരോഗ്യം, ഇന്നത്തെ ഭക്ഷണം, ഇന്നത്തെ കാലാവസ്ഥ, നമ്മുടെ ശരീരം 80, 85, 90 അല്ലെങ്കിൽ മാക്സിമം കുറച്ചുകൂടെ. അതിനപ്പുറത്തെ ഈ ശരീരത്തിന് ഈ ഭൂമിയിൽ ജീവിക്കാൻ ഒക്കത്തില്ല. കാരണം എല്ലാം വിഷമയം, കഴിക്കുന്നതെല്ലാം വിഷമയം, കേൾക്കുന്നത് വിഷമയം, കിടക്കുന്ന കട്ടിൽ വിഷമയം, താമസിക്കുന്നത് വിഷമയം. അപ്പോൾ ഈ ശരീരം അതിന്
ഇതിനകത്ത് ഈ 80, 85, 90 തീരുവെന്ന് ദൈവത്തിനറിയാം. തീർന്നു കഴിയുമ്പോൾ ഇതിനകത്തെ ആത്മാവ് സ്വർഗത്തിൽ പോകണമെങ്കിൽ ഈ ശരീരത്തിൽ ജീവിക്കുമ്പോൾ പാപം കഴുകി ഇരിക്കണം. അത് മതമല്ല, സഭയല്ല. ഏത് സഭയിൽപ്പെട്ട വ്യക്തിയായാലും പാപം ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയെങ്കിൽ മാത്രമേ നിത്യജീവൻ ലഭിക്കത്തുള്ളൂ. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവകാശം കൊടുത്തു, കിട്ടി. ദൈവമക്കളെ എങ്ങനെ അറിയാം? ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയവരെ എങ്ങനെ അറിയാം? വസ്ത്രത്തിൽ കാണുന്നത് ഒരുപക്ഷെ കണ്ടേക്കാം, അല്ല. അതിന് 1-2 കാര്യങ്ങളുണ്ട്. എങ്ങനെ അറിയാം ദൈവ പൈതലിനെ? ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന 2 കാര്യമുണ്ട്. അത് 2 കൈമുതലായി ചേർത്ത് പിടിക്കുന്നവർ ദൈവമക്കളാണ്. ഇന്നത്തെ ലോകത്തിലെല്ലാം കിട്ടും അല്ലേ? എവരിതിങ് ഈസ് അവൈലബിൾ, എന്ത് വേണേലും കിട്ടും. പക്ഷെങ്കിൽ ലോകത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന 2 കാര്യമുണ്ട്. അത് 2 കൈമുതലുണ്ടെങ്കിൽ അവർ ദൈവ പൈതല. 1, ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പണമൊന്നുമല്ല, അതൊക്കെ ഇഷ്ടം പോലെ ബാങ്കിൽ കുമിഞ്ഞു കൂട്ടാം. വീടല്ല, എത്ര മുറിയുള്ള വീടും പണിയാം. ഇതൊന്നുമല്ല. എന്താണ് ഈ ലോകത്തിൽ? എല്ലാ രാജ്യങ്ങളെയും നോക്കണം, സമാധാനം നഷ്ടപ്പെടുന്നു. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവ സമാധാനം ഉള്ളവരാരാന്നറിയാമോ? യേശുവിൻ്റെ രക്തത്തിൽ പാപക്കറ മാറിയവരാ. അവർക്കൊരു സമാധാനമുണ്ട്. അവർക്കറിയാം എന്ത് പ്രശ്നം വന്നാലും കൂടെ ഇരിക്കാമെന്നുള്ള ദൈവത്തിൻ്റെ ശക്തിയിൽ അവർ പ്രശ്നം വരത്തില്ലെന്നല്ല, രോഗം വരത്തില്ലെന്നല്ല, ക്യാൻസർ വരത്തില്ലെന്നല്ല, കാർഡിയാക് അറസ്റ്റ് വരത്തില്ലെന്നല്ല. ഇതെല്ലാം സംഭവിച്ചാലും അകത്തളത്തിൽ ഒരു ധൈര്യമുണ്ട്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു? അവൻ എന്റെ ഉപനിധി, ആ ദിവസം വരെ കാക്കാൻ ശക്തൻ. അനുഭവമുള്ളവർ ദൈവത്തെ സ്തുതിച്ചേ. അവരെ കുറിച്ചാ പറയുന്നത്, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. അല്ലാത്തവർ കിടന്നുറങ്ങണം, എന്തെല്ലാം പരിപാടി ചെയ്യണമെന്ന് അറിയാവോ? ആക്റ്റീവൻ 5 mg ഒക്കെ ബൈജു തങ്കച്ചൻ പാസ്റ്റർക്ക് കൊടുത്താൽ പുള്ളി കൂർക്കം വലിച്ച് 3 ദിവസം കിടന്നുറങ്ങും. അത്ര പവറാ ആക്റ്റീവൻ 5 mg. കഴിഞ്ഞ ആഴ്ച രാത്രി 11:30 ആയപ്പോൾ ഒരു അച്ചായം വിളിച്ചിരിക്കുന്നു. എന്താ പാസ്റ്ററെ, ഒന്ന് പ്രാർത്ഥിക്കണം, ഉറക്കമില്ല. ഞാൻ എന്താ കഴിച്ചു? പാസ്റ്ററെ, ആക്റ്റീവൻ 10 mg അടിച്ചു, എന്നിട്ടും രക്ഷയില്ലെന്ന്. ആക്റ്റീവൻ 5 mg കൊടുത്താൽ ബൈജു തങ്കച്ചൻ പാസ്റ്റർ ഒറ്റ ആഴ്ച കിടന്നുറങ്ങും. കൊടുത്തേക്കരുത്. ഇത് 10 mg അടിച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ 10:30 മണി വരെ പല പരിപാടി ഒപ്പിച്ചിട്ട് വീട്ടിലോട്ട് കയറി കിടക്കുക. ഉറക്കം കിട്ടത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവമക്കൾ പറയും, എനിക്ക് രോഗമുണ്ട്, എനിക്ക് ഘട്ടമുണ്ട്, എനിക്ക് കുടുംബ പ്രശ്നമുണ്ട്, ജോലിയിൽ പ്രോബ്ലമുണ്ട്, വീട്ടിൽ വിഷയമുണ്ട്, ശരീരത്തിൽ രോഗമുണ്ട്, പക്ഷേ എനിക്കൊരു സമാധാനമുണ്ട്. സമാധാന പ്രഭു എന്നോടൊപ്പമുണ്ട്. രണ്ടാമത്തേത്, ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ ധൈര്യം. എല്ലാ വാർത്തകളും കേൾക്കുമ്പോൾ ധൈര്യമില്ല, ഭയപ്പെടുകയാണ്. എവിടെയും കേൾക്കുന്ന വാർത്ത ഭയപ്പെടുത്തും. എന്നാൽ ആർക്കാ ധൈര്യം? ദൈവമക്കൾക്ക് ധൈര്യമുണ്ട്. എന്താണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് കൂടെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ അകമേയുള്ള മനുഷ്യൻ ക്ഷയിക്കുന്നുവെങ്കിലും പുറമേയുള്ള മനുഷ്യൻ നാൾക്കുനാൾ ശക്തിപ്പെടുന്നു. പുറമേയുള്ള മനുഷ്യൻ ക്ഷയിക്കുന്നുവെങ്കിലും അകമേയുള്ള മനുഷ്യൻ നാൾക്കുനാൾ ശക്തിപ്പെടുന്നു. ഈ ധൈര്യം ദൈവമക്കൾക്കാ. എങ്കിൽ കർത്താവ് ഒരു വാഗ്ദത്തം തന്നു. ആ വാഗ്ദത്തം പ്രാപിക്കാനുള്ള തലമുറയോടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അതുകൊണ്ടാണ് കിരീടം സൂക്ഷിച്ചുകൊള്ളാൻ പറയുന്നത്. വായിക്കാം, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കർത്താവ് 2 വാഗ്ദത്തം തന്നു. അതിൽ ഒരു വാഗ്ദത്തം അനുഭവിച്ചവരാണ് എൻ്റെ പ്രഭാഷണം കേൾക്കുന്നവർ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിക്കാം.
യോഹന്നാന്റെ സുവിശേഷം 16 എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. 13-ാം വാക്യം കൂടെ വായിക്കാം മോളെ. 13-ാം വാക്യം. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോരോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. കർത്താവ് പറഞ്ഞു, ഞാൻ പോയാൽ കാര്യസ്ഥനെ അയക്കാം. ആ കാര്യസ്ഥൻ നിങ്ങളുടെ മേൽ വരും, അവൻ നിങ്ങളെ നടത്തിക്കൊള്ളും. സത്യത്തിൻ്റെ ആത്മാവ് വരും, ഞാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ അയക്കാം. ആ അനുഭവം ഉള്ളവരെന്ന് കരങ്ങളെ ഉയർത്തി സ്തുതിച്ചേ, ഒന്ന് ധൈര്യത്തോടെ സ്തുതിച്ചേ. ഞാനൊരു വേറൊരു ആത്മീയ മർമ്മം പറയാനാ. AD 30 മെയ് മാസത്തിൽ ശിഷ്യന്മാരോട് പറഞ്ഞു. ശിഷ്യന്മാരെല്ലാം മരിച്ചു AD 100-നകം. ഇന്ന് വർഷം 2000 കഴിഞ്ഞു. 2000 വർഷം കഴിഞ്ഞിട്ടും ആ ശക്തിയുള്ളവർ ഈ കരങ്ങളെ ഉയർത്തിയത് കണ്ടോ? ഇതാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം. ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല, എനിക്കും നിങ്ങൾക്ക് വേണ്ടി, ആകമാന ക്രൈസ്തവ ലോകത്തിന് വേണ്ടി സ്വർഗം പറഞ്ഞ വാഗ്ദത്തമാണ്. ഞാൻ കാര്യസ്ഥനെ അയക്കും. ആ കാര്യസ്ഥനുള്ളത് കൊണ്ടാണ് നിങ്ങളും ഞാനും ജീവിക്കുന്നത്. ഒന്നാമത്തെ വാഗ്ദത്തം തമ്പുരാൻ അതേപടി നടത്തിയെങ്കിൽ, രണ്ടാമത്തെ വാഗ്ദത്തം ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്തെ നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ ചേർക്കും. ലോകത്തിൽ എത്ര നേതാക്കന്മാർ, മതനേതാക്കന്മാർ, പ്രഗത്ഭന്മാർ ജീവിച്ചു മരിച്ചു, ആരെങ്കിലും തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? നോബഡി. ഒരുവൻ മാത്രം, കർത്താവായ യേശു. എന്താണ് താൻ പറയാൻ കാര്യം? താൻ മരണത്തെ ജയിച്ചവനാ. നമ്മൾ ആരാധിക്കുന്ന യേശു മരിച്ച യേശു അല്ല, ജീവിക്കുന്ന യേശുവാ. നമ്മുടെ നടുവിൽ നിൽക്കുന്ന യേശുവാ. നമ്മളെ വഴി നടത്തുന്ന കർത്താവാ. ആ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ ചേർക്കാൻ വരും. അതിൻ്റെ അടയാളങ്ങൾ ധാരാളം പറഞ്ഞിട്ടുണ്ട്. കർത്താവ് തന്നെ 21 അടയാളം പറഞ്ഞിട്ടുണ്ട്. 21 അടയാളവും നിവർത്തിച്ചു. ഇനി നിവർത്തിക്കാൻ ഒരടയാളവും ഇല്ല. കർത്താവ് പറഞ്ഞ മുഴുവൻ അടയാളവും നിവർത്തിച്ചു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വായിച്ചേ. കർത്താവ് പറഞ്ഞ ആദ്യം 1-2 അടയാളം മാത്രം ഞാൻ പറഞ്ഞിട്ട് മറ്റൊരു വിഷയത്തിലേക്ക് കയറാനാ. വേഗം ഒന്ന് വായിച്ചാട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 17:26. അതാണ് കർത്താവ് പ്രഥമമായി പറഞ്ഞത്. വായിക്കാട്ടെ. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. അടുത്ത വാക്യം. നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. അവർ വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. അടുത്ത വാക്യം. ജലപ്രളയം വന്നു, അവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെയും തന്നെ. നോക്കിക്കേ, 2 ഉദാഹരണം കർത്താവ് പറഞ്ഞു. ഒന്ന് നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ ലോകത്തിൽ എപ്പോൾ സംഭവിക്കുന്നോ അന്ന് ഞാൻ വന്ന് നിങ്ങളെ ചേർക്കും. മനുഷ്യപുത്രന്റെ നാൾ, മനുഷ്യപുത്രന്റെ നാൾ. മനുഷ്യപുത്രന്റെ നാളെന്ന് പറഞ്ഞാൽ തൻ്റെ രക്തത്താൽ വീണ്ടെടുത്തവരെ ചേർക്കുവാൻ കർത്താവ് വരുന്ന ദിവസം. 2, ലോത്തിന്റെ കാലം പോലൊരു കാലം വരുമ്പോൾ മനുഷ്യപുത്രൻ പറഞ്ഞ വാഗ്ദത്തം ഓർത്തോണം. എന്താണ് നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു ഇല്ലേ? ഉൽപ്പത്തി 6-ാം അധ്യായം 1 മുതൽ ഒന്ന് വേഗം വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 1 മുതൽ നകടിച്ചാൽ നോഹയുടെ കാലം കാണാം. നോഹയുടെ ഒറ്റ കാരണം മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. സ്വർഗം ഇങ്ങനെ ഒരു സിസ്റ്റം വെച്ചിട്ടില്ല. സ്വർഗം വെച്ചിരിക്കുന്നത് ആദാമിന് ഭാര്യയെ ദൈവം രൂപകൽപ്പന ചെയ്ത് റെഡിയാക്കി കൊടുത്തു. നമ്മളുടെ എല്ലാം മാർഗദർശിയായ കാലം അങ്ങോട്ട് മാറി. വാഗ്ദത്ത യുഗം തുടങ്ങിയപ്പോൾ അബ്രഹാമിൻ്റെ മകൻ ഇസഹാക്ക് 40 വയസ്സായിട്ടും ആ നാട്ടിൽ നല്ല സുസുന്ദരികളായ പെൺകുട്ടികളുണ്ടായിരുന്നു. കനാന്യതേ സുന്ദരികളായ പെൺകുട്ടികളുണ്ടായിരുന്നു. ഇസഹാക്ക് കല്യാണം കഴിച്ചില്ല. ആരെങ്കിലും കല്യാണക്കാര്യം പറയുമ്പോൾ അപ്പൻ്റെ മുഖത്തോട്ട് നോക്കും. അതുകൊണ്ടാണ് താൻ വാർദ്ധക്യത്തിലായപ്പോൾ തൻ്റെ കാര്യസ്ഥനായ എലയാസറെ 800 മൈൽ അകലെ വിട്ട് ഒരു കന്യകയെ കൊണ്ടുവന്ന് നമുക്കറിയാം. ഇസഹാക്ക് അങ്ങനെ. ഇതാണ് സിസ്റ്റം. എന്നാൽ നോഹയുടെ കാലത്ത് വന്നപ്പം തനിക്ക് ബോധിച്ച ഏതിനെയും ഇല്ലേ? നമ്മുടെ കാലം വന്നപ്പോൾ നോക്കിക്കേ, കഴിഞ്ഞ തലമുറ വരെ അപ്പൻ, അമ്മ, അമ്മാച്ചന്മാർ, അളിയന്മാർ കല്യാണം ആലോചിക്കും. ഇന്നോ ലോകം മുഴുവൻ നോക്ക്. കേരളം മാത്രം കാണരുത്. ലോകം മുഴുവൻ ഒന്ന് നോക്കിക്കേ.
അപ്പനും അമ്മയും പടിഞ്ഞാറൻ രാജ്യങ്ങളിലൊക്കെ അറിയുന്നത് എങ്ങനെ അറിയാവോ? ഒരു ദിവസം രാവിലെ വന്നേച്ച് പറയും, പപ്പാ ഒരു ഗുഡ് ന്യൂസ് പറയാനുണ്ട്. മകൻ പറയുക, ആ എന്നാ? ഞാനേ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടതെല്ലാം പറഞ്ഞിട്ട് വന്നിരിക്കുക, ഡേറ്റ് വരെ തീരുമാനിച്ചു, ഡാഡി വന്നാൽ മതി. ഇതൊക്കെ തന്നെയല്ലേ ഇവിടെയും? തന്നെത്താൻ കണ്ടുപിടിക്കുകയല്ലേ? അപ്പോൾ ഓർത്തോണോ, നോഹയുടെ കാലം വന്നു. അതെ, നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലുണ്ടാകും. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചത് അറിയാമല്ലോ. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചത് എന്താണ്? ഹല്ലേലൂയ, ദൂതന്മാർ വന്നിട്ട് അവിടുത്തെ പുരുഷന്മാരെ ഭോഗിക്കാൻ നോക്കി. അതാണ് സ്വവർഗഭോഗം. ഇല്ലേ? ദൈവത്തിന് നിഷിദ്ധമായ പാപം സ്വവർഗ വിവാഹം നിയമപരമായി അനുവദിക്കുന്ന 24ാമത്തെ രാജ്യമായി ഇന്ത്യ. എങ്ങനെ ഇരിക്കുന്നത് കാലം? ബാക്കി രാവിലെ കർത്താവിന് വെച്ചാൽ പറയാം ഞാൻ ആ കാര്യങ്ങൾ. സ്വവർഗ വിവാഹം നിയമപരമായി ഇന്ത്യയിൽ അനുവദിച്ചു കഴിഞ്ഞു. പടിഞ്ഞാറൻ രാജ്യങ്ങളിലെല്ലാം സംഭവിക്കുന്നു. ഒരു മടിയുമില്ല. പുരുഷന്മാർ തമ്മിലും സ്ത്രീകൾ തമ്മിലും അവരുടേതായ ന്യായങ്ങൾ പറഞ്ഞ് ഭർത്താക്കന്മാരായി ജീവിക്കുന്നു. നോക്കിക്കോണം, അതിൻ്റെ ഏറ്റവും വലിയ സങ്കടം അതിൽ നോക്കിക്കോണം. ഇവരെ കുഞ്ഞുങ്ങളെ ദത്തെടുക്കുന്നു. ദത്തെടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒന്നുകിൽ 2 അപ്പൻ അല്ല 2 അമ്മ. അപ്പനും അമ്മയും കൂടെ കുഞ്ഞിനെ വളർത്തണമെന്നാ ഈ സ്വവർഗക്കാരെ ദത്തെടുക്കുന്ന കുഞ്ഞുങ്ങളെ. അവർക്ക് എന്താ തമ്പുരാൻ കൊടുത്തിരിക്കുന്ന ദാഹവാ തലമുറയ്ക്ക്, മനുഷ്യവർഗത്തിന്. ഇവൻ എന്നാ കുർജാണ്ടി കാണിച്ചാലും ദൈവം തമ്പുരാൻ കൊടുത്ത ദാഹം തീരത്തില്ല. അപ്പോൾ ആ ദാഹം തീരാൻ എവിടുന്നേലും ഒന്നിനെ ദത്തെടുക്കും. ദത്തെടുത്ത് കഴിയുമ്പോൾ ഈ കുഞ്ഞ് കാണുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ കാണുന്നത് അപ്പൻ്റെ അമ്മയുടെ മുഖമല്ല. ഒന്നിലൊരു വീട്ടിൽ 2 അപ്പൻ, അല്ലേ ഒരു വീട്ടിൽ 2 അമ്മ. സംഗതി മാറിയത് കണ്ടോ? മനുഷ്യപുത്രന്റെ നാളിൽ അങ്ങനെ വരുമെന്ന് അന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ ഈ തലമുറയിൽ എൻ്റെ കർത്താവ് ഇതാ ആകാശവേഗത്തിൽ വരുന്നു. കാത്തിരിക്കുന്ന ഭക്തന്മാർ രൂപാന്തരപ്പെടും. എല്ലാവരും ഒന്നും എടുക്കപ്പെടത്തില്ല. സ്വർഗത്തിൽ പൗരത്വമുള്ളവർ മാത്രം. ഫിലിപ്പിയ ലേഖനം 3:20 പറയുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടുന്ന് കർത്താവായ യേശു രക്ഷിതാവായി വരുമെന്ന് അറിയുന്നു. അവൻ സകലതും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോടെ അനുരൂപമാക്കും. എന്താ? ഈ ശരീരം സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ഒക്കത്തില്ല. ഇത് കാൽസ്യം, അയൺ, മഗ്നീഷ്യം, ഓക്സിജൻ എല്ലാം ചേർന്ന പൊടിയാ. ഇതിനെ ട്രാൻസ്ഫോം ചെയ്ത് സ്വർഗീയ ശരീരം തന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ളവരായി ഇവിടെ ഇരിക്കുന്നവരെല്ലാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കിരീടം സൂക്ഷിച്ചോണോ, ആരും എടുത്തുകൊണ്ട് പോകാതെ. അതിനുശേഷമുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അതിനുശേഷം ഈ ലോകം തീരുമോ? ഇല്ല. സർവപ്രധാനമായ കാര്യം കർത്താവിൻ്റെ വരവിന് ശേഷം ഈ ഭൂമി, തിരുവചനം പറയുന്നു, ഒരു ഡെവിളിക് യൂണിവേഴ്സ് ആകും. പൈശാചിക ലോകം എന്ന് പറഞ്ഞാൽ സാത്താൻ നിയന്ത്രിക്കുന്ന ഒരു ലോകം. നേരിട്ട് തിന്മയുടെ ശക്തിയായ സാത്താൻ മനുഷ്യരിൽ പ്രവേശിച്ച് 3 ശക്തികളിൽ പ്രവേശിച്ച് ദൈവിക തൃത്വത്തെ കോപ്പിയടിച്ച് സാത്താൻ മൃഗൻ നമ്പർ 1, മൃഗൻ നമ്പർ 2 അഥവാ കള്ളപ്രവാചകൻ സാത്താൻ, മൃഗൻ നമ്പർ 1 ആൻറ്റി ക്രൈസ്റ്റ് എതിർ ക്രിസ്തു, മൃഗൻ നമ്പർ 2 കള്ളപ്രവാചകൻ എന്നീ 3 നിലയിൽ ഈ ലോകത്തെ ഞെരിച്ചമർത്തും. അതിനുള്ള മുഴുവൻ ലക്ഷണങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. അതാണ് എനിക്ക് പറയാനുള്ളത്. അത് മനസ്സിലാക്കിക്കൊള്ളുക. അവൻ ഉണ്ടിവിടെ, അവൻ എന്തുകൊണ്ട് ഇവിടെ പ്രവേശിക്കാൻ ഒക്കുന്നില്ല? എതിർ ക്രിസ്തുവിൻ്റെ ശക്തി ഭൂമിയിലുണ്ട്. ശാസ്ത്രീയ വീക്ഷണത്തിലൊന്നും പറഞ്ഞ് അവതരിപ്പിക്കാൻ സമയമില്ല. സോമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ എന്ന ടെക്നോളജിയിൽ കൂടിയൊക്കെയുള്ള പരിപാടി നടന്നു കഴിഞ്ഞു. ഈ ഭൂമിയിൽ എതിർ ക്രിസ്തു ഉണ്ട്. എന്തുകൊണ്ടവൻ വെളിപ്പെടുന്നില്ല? ഒറ്റ കാരണം, അവൻ ഈ ലോകത്തിലെ ഒരു രാജ്യത്തിൻ്റെ ആറ്റം ബോംബിനെ ഭയമില്ല. അതിൻ്റെ എല്ലാം മീതെയാണ് അവൻ്റെ ശക്തി. ആരുടെ AK-48 റൈഫിളിനെയോ ബോംബിനെയോ മിസൈലിനെയോ അവന് ഭയമില്ല. എന്നാൽ അവന് ഭയമുണ്ട്. അവനേക്കാൾ ശക്തിയുള്ളവൻ ഈ ഭൂമിയിലുണ്ട്. ആ ശക്തി ഒന്ന് മാറിക്കിട്ടിയാൽ അവനെ അന്നേരം ഇറങ്ങി വരും.
ഏതാണ് ആ ശക്തി? അധർമ്മത്തിന്റെ മർമ്മം വ്യാപരിക്കുന്നു. 2 തെസ്സലോനിയർ 2:7 തടസ്സപ്പെടുത്തുന്നവൻ വഴിയിൽ നിന്നും മാറിപ്പോകണം, അപ്പോൾ അധർമ്മത്തിന്റെ മർമ്മം വ്യാപരിക്കും. ഏതാണ് ഇവിടെ ഒരു ശക്തിയുള്ളത്? ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് ഈ ഭൂമിയിലുണ്ട്. അതെവിടെയാണ്? രക്ഷയുടെ അനുഭവമുള്ള വീണ്ടും ജനിച്ചിട്ടുള്ള ദൈവമക്കളിലാണ് ആ ശക്തി. ആ ശക്തിയുള്ള ദൈവമക്കളാണ് ഈ ലോകത്തിന്റെ ഇന്നത്തെ ഉപ്പെന്ന് പറയുന്നത്, ഈ ലോകത്തിന്റെ വെളിച്ചമെന്ന് പറയുന്നത് ദൈവമക്കൾ നിമിത്തമാണ് ഈ ഭൂമി നശിക്കാത്തത്. ഇത് പണ്ടേ തീരേണ്ടതാ. സൂര്യൻ തകർന്നുകൊണ്ടിരിക്കുക. സമയമുണ്ട്, നമുക്ക് കയറാം അങ്ങോട്ടെ. ദൈവമക്കൾ നിമിത്തം ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷപ്പെടത്തില്ല. വൃതന്മാർ നിമിത്തം ആ നാളുകൾ ചുരുക്കും. Because of the elected that they shall be shortened. കർത്താവ് പറഞ്ഞു, എൻ്റെ മക്കൾ ഭൂമിയിൽ ഉള്ളതിനാൽ മാത്രം. ദൈവമക്കളുടെ വില അറിയാൻ പോവാ ലോകം. അധർമ്മത്തിനെതിരായി നിൽക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയുള്ള ദൈവമക്കൾ ഈ ഭൂമിയിൽ നിന്നും എടുക്കപ്പെട്ട് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ നിന്നും മാറും. അപ്പോൾ അവൻ അധികാരം എടുക്കും. എല്ലാ ഒരുക്കങ്ങളും തയ്യാറായി. വായിക്കാം വെളിപ്പാട് 13:1, 13:7. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ആ വാക്യം അവിടെ നിൽക്കട്ടെ. 7-ാം വാക്യം വായിക്കാം മോളെ. 7. ദൈവദൂഷണത്തിനായി വായ തുറന്നു വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. അടുത്ത വാക്യം. സകല ഗോത്രത്തിന്മേലും. ആ കുഞ്ഞു വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇവൻ ആരെയൊക്കെ ഭരിക്കുമെന്ന്. സകല ഗോത്രത്തിന്മേലും, വംശത്തിന്മേലും, ഭാഷമേലും, ജാതിമേലും അധികാരം ലഭിച്ചു. ലോകത്തിലെ എത്ര വ്യക്തമായിട്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് യോഹന്നാൻ അപ്പോസ്തലൻ എഴുതി. സകല ഗോത്രത്തിന്മേലും, സകല ഭാഷമേലും, സകല ജാതിമേലും, സകല വംശത്തിന്മേലും അവൻ അധികാരം ലഭിച്ചു. അതായത് ലോകത്തിൽ ഇന്ന് ജീവിക്കുന്ന 800 കോടി ജനം, ഈ 800 കോടി ജനങ്ങളിൽ അഭിഷേകത്തിന്റെ ശക്തിയുള്ള ദൈവമക്കൾ രൂപാന്തരപ്പെട്ട ശേഷം ആരെല്ലാം ഈ ലോകത്ത്, അത് രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പത്രക്കാരൻ വരും, പാല് വരുമെന്ന് ചിന്തിക്കേണ്ട. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഈ ലോകം കണ്ടിട്ടില്ലാത്ത വലിയൊരു അപകടം കൂടിയായിരിക്കും. ഈ ലോകം വലിയൊരു അപകടത്തിൽ, കാരണം ഏലിയാവിനെ എടുത്തതുപോലെ ഒരു ചുഴലിക്കാറ്റിലാണ് വരാൻ പോകുന്നത്. അതല്ലേ സയൻസ് പറയുന്നത്? ഈ ചൂടിതുപോലെ കൂടിയാൽ അതിശക്തമായ ഒരു ചുഴലിക്കാറ്റടിക്കും. ആ ചുഴലിക്കാറ്റടിച്ചാൽ കര കടലാകും, കടൽ കരയാകും. അന്നത്തെ ലോകത്തിൽ കോടിക്കണക്കിന് ആളുകൾ മരിക്കും. യെരമ്യാ പ്രവചനം 25-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിൽ 2600 വർഷം മുമ്പ് അത് പറഞ്ഞിട്ടുള്ളതാ. പ്രൈസ് ദി ലോർഡ്. അന്ന് ഞാൻ ആ റാപ്ചറിലേക്ക് കയറുന്നില്ല, കാരണം നമുക്ക് സമയം പോകും. കോടിക്കണക്കിന് ശവങ്ങൾ റോഡിൽ കിടക്കും, കെട്ടിടങ്ങളെല്ലാം നിലംപൊത്തും, വാഹനങ്ങളെല്ലാം കൂട്ടിയിഴി കരിയില പോലെ ആകാശത്തിലേക്ക് ഉയരും. ലോകം കണ്ടിട്ടില്ലാത്ത ശക്തമായ ഒരു ചുഴലിക്കാറ്റടിക്കാൻ പോവുകയാണ്. ആ ചുഴലിക്കാറ്റിൽ ഏലിയാവിനെ എടുത്തതുപോലെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ളവർ എടുക്കപ്പെടും. അത് കഴിഞ്ഞു വരുന്ന ഭൂമിയെ ലോകത്തിൽ അവൻ ഭരിക്കാൻ, അങ്ങനെയാണ് അവൻ ഈ ഭൂമി കിട്ടുന്നത്. കാരണം ഇതൊരു ശവപ്പറമ്പായി കോടിക്കണക്കിന് ശവശരീരങ്ങൾ ഈ ഭൂമിയിൽ കിടക്കും. ഇവിടുത്തെ മുഴുവൻ റോഡും ഗതാഗതവും താഴെ പോകും. ചുഴലിക്കാറ്റിൻ്റെ ശക്തിയാൽ മുഴുവൻ ഇലക്ട്രിക്കൽ ടവറും നിലംപോത്തും, റെയിൽവേ പാളങ്ങൾ വിണ്ടുകീറും, ഇന്റർനെറ്റ് നേരെ താഴെ വരും, സകലതും തകരും. കാരണം അത്ര ശക്തമായ ചുഴലിക്കാറ്റ. ഇതിൻ്റെ സാമ്പിളാണ് അമേരിക്കയിലും ന്യൂസിലാൻഡിലുമൊക്കെ നമ്മൾ TV വഴി കണ്ടില്ലേ, തകർന്ന് തരിപ്പണമായത്. എങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ കോടിക്കണക്കിന് ശവങ്ങൾ, കോടിക്കണക്കിന് മുറിവേറ്റവർ ഈ ഭൂമിയിൽ കിടക്കുമ്പോൾ ആർക്കും പരിഹരിക്കാൻ സാധിക്കത്തില്ല. അപ്പോഴാണ് അവൻ വരുന്നത്. അവന് സകല ലോകത്തിന്മേലും അധികാരം. അവൻ എവിടുന്ന് വരും, എങ്ങനെ വരുമെന്ന് ചിന്തിക്കാം. അതിന് മുമ്പേ അവൻ അധികാരത്തിൽ വരുന്നതിൻ്റെ സാമ്പിൾ വെടികെട്ട് നടന്നു കഴിഞ്ഞു. നമ്മുടെ ഏത് പരിപാടിക്കും ഒന്നുകിൽ ട്രയൽ, അല്ലെങ്കിൽ ട്രെയിനിങ്, അല്ലെങ്കിൽ റിഹേഴ്സൽ. ഇങ്ങനെ ചെയ്യാതൊരു കാര്യത്തിനും വരുന്നില്ലല്ലോ. സൺഡേ സ്കൂളിൻ്റെ ആനിവേഴ്സറി, യൂത്ത് മീറ്റിങ്ങിൻ്റെ ആനിവേഴ്സറി പ്രോഗ്രാം തയ്യാറാക്കുമ്പം കുട്ടികൾ എത്ര മാസങ്ങൾക്ക് മുമ്പ് റിഹേഴ്സൽ നടത്തും. ഈ പാടിയ സഹോദരന്മാർ ഓടി വന്ന് പാടുകയാണോ? അല്ല, അവർ അത് പഠിച്ച്
അവരുടെ ഓർക്കസ്ട്രയുമായിട്ട് കണക്റ്റഡ് ആക്കി ശീലിച്ചിട്ടാണ് വന്നത്. അല്ലെ ഇത് അതിലേ പോവും, അത് ഇതിലേയും പോവും. എങ്കിൽ ഇവൻ ഭരിക്കുന്നതിൻ്റെ സാമ്പിൾ വെടികെട്ട് നടത്തിയത് ലോകത്തിൽ പരിപൂർണമായിട്ട് ജയിച്ചു. അവൻ ലോകത്തെ മുഴുവൻ ഒരു കൊടക്കീഴിലാക്കി. ആ കൊടക്കീഴിൽ ഞാനും നിങ്ങളും വന്നു. ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നതിനാൽ മഴ പെയ്യുമ്പോൾ എല്ലാവർക്കും മഴ, വെയിലടിക്കുമ്പോൾ എല്ലാവർക്കും മഴ. വെയിലെന്ന് പറഞ്ഞതുപോലെ അവനൊരു സാമ്പിൾ നടത്തി. വ്യക്തമായിട്ട് കാണിക്കാം. ഒറ്റ കൊടക്കീഴിൽ ലോകത്തെ കൊണ്ടുവന്നത്. 6500 ഭാഷയുണ്ട് ഈ ലോകത്തിൽ. ഏതാണ്ട് 2.5 ലക്ഷം കൾച്ചറുണ്ട്, സംസ്കാരം. 1ഉം 2ഉം അല്ല, 2.5 ലക്ഷം. നമ്മുടെ കൊച്ചു കേരളമുണ്ടല്ലോ, 5 കൾച്ചറാണ്, 5 സംസ്കാരമുണ്ട്. ഉത്തര കേരളം, മധ്യ കേരളം, തെക്കൻ കേരളം, കിഴക്കൻ കേരളം, പടിഞ്ഞാറൻ കേരളം. സ്വഭാവത്തിൽ, സംസാരത്തിൽ, ഭക്ഷണത്തിൽ എല്ലാം 5 കൾച്ചർ. അങ്ങനെയാണ് ലോകം മുഴുവനോ. 2 ലക്ഷത്തിൽ പേരെ സംസ്കാരം, 6500 സംസാര ഭാഷ, കറുത്തവർ, വെളുത്തവർ, മഞ്ഞ നിറമുള്ളവർ ഇല്ലേ. പിന്നെ വിദ്യാഹീനർ, വിദ്യാഭ്യാസമുള്ളവർ, ധനവാൻ, ദരിദ്രർ, സമ്പന്നർ, അതിസമ്പന്നർ. ലോകത്തിൽ ശാസ്ത്രജ്ഞന്മാർ, പരീക്ഷണന്മാർ, ഉദ്യോഗസ്ഥന്മാർ, ഭരണകർത്താക്കൾ, പ്രധാനമന്ത്രിമാർ, പ്രസിഡന്റന്മാർ എല്ലാവരും ഇല്ലേ. സകലത്തിനെയും 30 രൂപ വിലയുള്ള സോപ്പിൻ്റെ കൊമളയെ അതിജീവിക്കാൻ മേലാത്ത ഒരൊറ്റ വൈറസ് കൊറോണ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നത് കാണിക്കാം. കറക്റ്റായിട്ട് കൊണ്ടുവന്നു. 6-7 കാര്യങ്ങൾ നോക്കിക്കേ. ലോകം മുഴുവൻ ഈ 980 ശേഷം പഠിച്ചാൽ കാണാം. ഈ 40 വർഷത്തെ ലോകത്തിൻ്റെ മനുഷ്യൻ്റെ വളർച്ചയിൽ ഏറ്റവും പ്രധാനം എന്നായിരുന്നു അറിയാമോ? യാത്ര. കഴിഞ്ഞ 950-60 വരെയൊക്കെ യാത്ര വെറും ചെറിയ യാത്രകൾ മാത്രം. ഏറിയാൽ അടുത്ത കട വരെ, അല്ലെ ജോലിക്ക് ഇല്ലേ. ഇന്ന് യാത്ര 5 കാര്യങ്ങൾക്കാണ് യാത്ര. ആവശ്യത്തിന്, അത്യാവശ്യത്തിന്, ഔദ്യോഗിക യാത്ര, വിനോദയാത്ര, ആവശ്യത്തിന്, എമർജൻസി, അത്യാവശ്യത്തിന്, ഔദ്യോഗിക യാത്ര, വിനോദയാത്ര. പിന്നൊരു യാത്രയുണ്ട് അനാവശ്യ യാത്ര. എവിടം വരെ പോവുക? ചുമ്മാ അവിടം വരെ ഇല്ലേ. ഈ 5 യാത്രയും പൂട്ടിട്ടോ. ലോകം മുഴുവൻ കാണണം, കൊച്ചു കേരളത്തെ കാണരുത്. സുന്ദരമായി കിടന്ന റോഡ് വിജനമായോ? ഇന്ത്യയിൽ 137 എയർപോർട്ട്, ലോകത്തിലെ സകല എയർപോർട്ടും, ഇന്ത്യയിലെ 137 എയർപോർട്ട് ഉൾപ്പെടെ ലോകത്തിലെ സകല എയർപോർട്ടും അടച്ചു പൂട്ടിയോ? ഏറ്റവും അധികം ഫ്ലൈറ്റ് പൊങ്ങുന്നത് അമേരിക്കയിലെ അറ്റ്ലാന്റയിലെ ജാക്സൺ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. 2000 ഇഷ്ടം ഫ്ലൈറ്റാണ് ഒറ്റ ദിവസം. ഏറ്റവും ചെറുത് നമ്മുടെ ജമ്മുവിലാണ്, 4-5. മുഴുവൻ അടച്ചു പൂട്ടിയോ? ബമ്പർ ടു ബമ്പർ ഓടിക്കൊണ്ടിരുന്ന റോഡിൽ ഒറ്റ വാഹനം ഉണ്ടായിരുന്നു. നിങ്ങൾ സാക്ഷികളും അനുഭവസ്ഥരും അല്ലേ. റെയിൽവേ പാളം വെറുതെ കിടന്നില്ലേ? പശുക്കൾ പോയി മേഞ്ഞില്ലേ? ലോകം മുഴുവൻ യാത്ര കംപ്ലീറ്റ് നിരോധനം വന്നോ? 2, മനുഷ്യന്റെ ഒത്തുചേരൽ, ഗെറ്റ് ടുഗദർ. കുടുംബങ്ങൾ, സ്നേഹിതർ, സുഹൃത്തുക്കൾ ഒന്നിച്ചു ചേരുന്ന പരിപാടി നിന്നുപോയോ? സകല മതങ്ങളുടെയും ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ, പെരുന്നാളുകൾ നിന്നോ? തീർന്നോ? 2500 പേരെ പങ്കെടുപ്പിച്ചൊരു ശുശ്രൂഷ നടത്തി ഞാൻ, വിവാഹ ശുശ്രൂഷ. അതേ ഓഡിറ്റോറിയത്തിൽ 27 പേരെ പങ്കെടുപ്പിച്ച് നടത്തേണ്ടി വന്നു. 28ാമം വന്നപ്പോൾ ഞാൻ ആ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, എൻ്റെ ഓർക്കൊന്ന് കയറ്റി വിടാൻ. ആ സാറിനെ ഓർത്ത് കയറ്റി വിട്ടേക്കാം. എങ്ങനെ ഇരിക്കുന്നു? ഉത്സവങ്ങൾ, പെരുന്നാളുകൾ, ലോകം മുഴുവൻ ആഘോഷങ്ങൾ നിന്നോ? ഗെറ്റ് ടുഗദർ നിന്ന്. അനുഭവസ്ഥരല്ലേ. 4, വിരുന്നുകാർ വരുന്നെന്ന് കേൾക്കുമ്പോൾ ദേഷ്യം വന്നില്ലേ? വരാൻ കണ്ട നേരമെന്ന് പറഞ്ഞില്ലേ അമ്മാമേ? നമ്മളേതെങ്കിലും വീട്ടിൽ പോകുമായിരുന്നോ? ബന്ധം പിരിഞ്ഞത് കണ്ടോ? ഗസ്റ്റുമില്ല, ഹോസ്റ്റുമില്ല, വീട്ടിലാരും വിരുന്നുകാരില്ല, പോകത്തില്ല. ശരിയാണ്. ഇത് അനുഭവിച്ചവരോടാണ് ഞാൻ പറയുന്നത്. എന്താ? ലോകം മുഴുവനാ, വേൾഡ് വൈഡാ. കൊച്ചു കേരളമോ തേക്കുതോടോ അല്ല, ലോകം മുഴുവനത്തെ കാര്യമായി പറയുന്നത്. ഒരൊറ്റ വൈറസ് സോപ്പിൻ്റെ കോമളത്തിൽ തട്ടിപ്പോകുന്നതാ. അതാണ് ഈ പണി ഒപ്പിച്ചത് ഇല്ലേ. അതിൻ്റെ കെയർ ഓഫിലാണ് ഈ പരിപാടി നടന്നത്. എല്ലാം തീർന്നില്ലേ? അടുത്ത പരിപാടി ഒരു പുതിയ തലമുറ. എന്നാ മോനെ ജോലി, എന്നാ മോളെ? അത് വർക്ക് ഹോം. ഓ, കേൾക്കുമ്പോൾ അമ്മച്ചിക്ക് അപ്പച്ചനും സന്തോഷം. കുഞ്ഞ് വീട്ടിലാ, പക്ഷെ അറിയുന്നില്ല
ഭാവിയിലെ ഒരു ഭയങ്കര ഭരണാധികാരി ലോകം പിടിച്ചു പറിക്കുന്നതിന് പിടിച്ചെടുക്കുമ്പോൾ അന്നത്തെ മനുഷ്യരെ മെന്റൽ ടോർച്ചർ ചെയ്യാൻ ഇന്ന് ഈ വർക്ക് ഓൺ ഹോം എത്ര മണിക്കൂറാണ് ചെയ്യുന്നത്? ലോകത്തിലെ സകല രാജ്യങ്ങളിലും 8 മണിക്കൂർ ജോലി മതിയെങ്കിൽ 16-17 മണിക്കൂർ ഒരേ കമ്പ്യൂട്ടറിന്റെ മുമ്പിലിരുന്ന് നടുവും കൈയും കാലും തലയും കഴച്ച് ക്ഷീണിച്ച് മാനസികമായി തകർന്ന് 11 മണിക്ക് ഒരു ആപ്പിളോ ഒരു പഴമോ കഴിച്ച് കിടക്കയിൽ പോയിട്ട് രാവിലെ എഴുന്നേൽക്കുന്നവരില്ലേ? സത്യമാണോ? നടന്ന കാര്യമല്ലേ ഞാൻ ഈ പറയുന്നത്? മാനസികമായി പിടിച്ചൊതുക്കാം സകലരെയും വർക്ക് ഓൺ ഹോമിൽ പിടിച്ചൊതുക്കാം എന്ന് കണ്ടുപിടിച്ചോ? ഇതുകൊണ്ടൊന്നും തീർന്നില്ല. അന്ന് എന്തോ വലിയൊരു ഭീതി ഇല്ലേ, യുദ്ധം വരുവോ ക്ഷാമം വരുവോ എന്നും പറഞ്ഞ് മേടിച്ചു കൂട്ടിയ ചെറുപയർ പൂത്തത് ഇപ്പോഴും ഇരിപ്പില്ലേ അമ്മച്ചി? ഒടുവിലായി പറയട്ടെ, സകല മതങ്ങളുടെയും ആരാധന ആലയങ്ങൾ അടപ്പിച്ചോ? ലോകത്തിലെ സകല ക്രൈസ്തവ ദേവാലയങ്ങൾ മാത്രമാണോ? സകല ദേവാലയങ്ങളും അടപ്പിച്ചോ? അതായത് ദൈവത്തെ ആരാധിക്കുന്നത് വേണ്ടെന്നായോ? എന്താ അർത്ഥം? ഒരുവൻ ഭരിക്കുമ്പോൾ, എതിർ ക്രിസ്തു ഭരിക്കുമ്പോൾ സകല ഗോത്രത്തിന്മേലും ജാതിമേലും ഭാഷമേലും അവൻ അധികാരം കിട്ടും എന്നുള്ളതിൻ്റെ സാമ്പിളാണ് ഈ നടന്നതെങ്കിൽ, ദൈവമക്കളായി ഞാനും നിങ്ങളും അതിൽ കൂടി പോയെങ്കിലും നമുക്ക് ഒരു ദൈവിക കൃപയുണ്ട്. ഇത് സംഭവിക്കും മുൻപേ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ സൂക്ഷിക്കുന്നത് പോലെ സകല ലോകത്തിൽ വരുവാൻ പോകുന്ന പരീക്ഷാകാലത്ത് ഞാനും നിങ്ങളെ കാക്കാം. ഇല്ലേ? എന്തൊരു ഭയങ്കര ലോകം! സ്നേഹം അസ്തമിച്ചില്ലേ? ഭാര്യയുടെ ശവശരീരം കാണാതെ മറവ് ചെയ്യപ്പെട്ട് ഭർത്താവ് വിതുമ്പിയില്ലേ? മനസ്സ് കല്ലിച്ചില്ലേ? സ്വന്തം ഭർത്താവിൻ്റെ ശരീരം കാണാൻ സാധിക്കാതെ മറുരാജ്യത്തിലായി കഷ്ടപ്പെട്ട സഹോദരിമാരില്ലേ? സ്വന്തം ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ ശരീരം കോവിഡിൻ്റെ പേരിൽ പൊതിഞ്ഞുകെട്ടി കരിച്ചു കളഞ്ഞത് ദുഃഖത്തോടെ കാണാൻ പോലും സാധിക്കാത്ത വീട്ടമ്മമാർ കേരളത്തിലില്ലേ? നമ്മുടെയൊക്കെ നാട്ടകം ദൈവസഭയിലെ സജീവ അംഗമായിരുന്ന ജോണിക്കുട്ടി സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിന് കോവിഡ് പിടിച്ചു മരിച്ചിട്ട് ദുഃഖത്തോടെ പറയാം, ആ പുള്ളി സഹോദരിക്ക് പോലും ആ ബോഡി ഒന്ന് കാണാൻ അനുവദിച്ചില്ല. ഒരു നീല കടലാസിൽ പൊതിഞ്ഞു കെട്ടി കത്തിച്ചു കളഞ്ഞു. മനുഷ്യന്റെ മനസാക്ഷിയെ മരവിപ്പിക്കാൻ ഇതിലപ്പുറമല്ലോ വേണോ? തീർന്നില്ലേ? ബന്ധങ്ങൾ തകർക്കാൻ, സ്നേഹം തകർക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ചെങ്കിൽ ഇതൊരു സാമ്പിളാണ്. ഇത് ലോകത്തിൽ, ഇത് അക്ഷരാർത്ഥത്തിൽ മറ്റൊരു സംഭവത്തിൽ വരാൻ പോകുന്നു. ഈ തലമുറയിൽ ഇത് കാണാൻ പോവുകയാണ്. അതാണ് ഈ സാമ്പിൾ വെടികെട്ട് നടന്നത്. കോവിഡിനെ തളയ്ക്കാൻ വൈദ്യശാസ്ത്രത്തിന് സാധിച്ചോ? സാധിക്കത്തില്ല. ബൈബിളിലെ നിവൃത്തി അറിയാമോ? നടക്കത്തില്ല. വേദപുസ്തകം പഠിപ്പിക്കുന്നത് സഭയെടുക്കപ്പെട്ട് 3 വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ അടുത്ത തരംഗം വന്ന് അന്ന് ജീവിക്കുന്ന 4-1 മരിക്കുമെന്നാണ് വായിച്ചേ. വെളിപ്പാട് 6:7. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ളൊരു കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന് മരണമെന്ന് പേർ. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ട്, ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു. ഈ സംഭവം നടക്കുന്നത് കർത്താവിന്റെ വരവിന് ശേഷം 3 വർഷം കഴിയുമ്പോൾ പഠിച്ചാൽ കാണാം. വെളിപ്പാട് 6:1 കാണാം. കുഞ്ഞാട് 1-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ എതിർ ക്രിസ്തുവിന്റെ പ്രവേശനം. 5-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിലും കാണാം 24 മൂപ്പന്മാർ സ്വർഗത്തിൽ. വായിച്ചേ, 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിക്കാം. വെളിപ്പാട് 4-ാം അധ്യായം 4-ാം വാക്യം. സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനം, വെള്ളയുടുപ്പ് ധരിച്ചും കൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ. ആരാണ് ഈ മൂപ്പന്മാർ? 5-7 വെട്ടുമായി. 5-7 വെട്ടും. 5 അധ്യായം 7 വെട്ടും. അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ നിന്ന് പുസ്തകം വാങ്ങി. വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും
നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യേശുവിന്റെ രക്തം ഒരു മതത്തിന് വേണ്ടിയുള്ളതല്ല, ഒരു രാജ്യത്തിന് വേണ്ടിയല്ല. നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ജാതിയിലും വംശത്തിലും നിന്നുള്ളവരെ വിലയ്ക്ക് മേടിച്ചെന്ന് മലയാളത്തിൽ ഇംഗ്ലീഷിൽ വായിച്ചാൽ കാണാം. ഞങ്ങളെ വിലയ്ക്ക് മേടിച്ചു. യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ് സ്വർഗത്തിൽ. പഴയ നിയമ ഭക്തന്മാരുടെ പ്രതിനിധികളായി 22, പുതിയ നിയമ 12, പുതിയ നിയമ ഭക്തന്മാരുടെ പ്രതിനിധികളായ 12 അപ്പോസ്തലന്മാർ, അങ്ങനെ 24 മൂപ്പന്മാർ, ഞാനും നിങ്ങളും പഴയ നിയമ ഭക്തന്മാരുമാണ്. നമ്മൾ പാടുമ്പോഴാണ് ഈ പുസ്തകം കുഞ്ഞാട് മേടിക്കുന്നത്. അതിൻ്റെ അർത്ഥം കർത്താവ് വന്നു, സഭയെ എടുത്തു. അത് കഴിഞ്ഞ് 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കാം. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അടുത്തത്, അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവൻ ഒരു കിരീടവും ലഭിച്ചു. അതാണ് എതിർ ക്രിസ്തു. ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. അവനൊരു വില്ലുമായി. നോക്കിക്കേ, വെള്ളക്കുതിര സമാധാനത്തിന്റെ അടയാളമാ, പക്ഷെ വ്യാജനാണെന്നുള്ളൊരു തെളിവാണ്. കയ്യിലിരിക്കുന്ന ഒരു യുദ്ധായുധം, ലോകഭരണമാകുന്ന കിരീടവുമായി അവൻ വരികയാണ്. അവൻ വന്ന് 3 വർഷം കഴിയുമ്പോഴാണ് 6-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിക്കാം. ഒന്നുകൂടെ വായിക്കാം. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്ന് പേർ. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നു കളവാൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം. കാലം 1 വർഷം, കാലാർത്ഥം 6 മാസം, കാലാംശം 3 മാസം. കർത്താവിൻ്റെ വരവിന് ശേഷം 3 മാസം കഴിയുമ്പോൾ ഒരു മഹാവ്യാധി വരും. ലോകത്തിലെ അന്ന് ജീവിക്കുന്ന 4-1 ആളുകൾ മരിക്കും. ഇതിപ്പോൾ വ്യക്തമായി നമുക്ക് മനസ്സിലായി. ഇന്നത്തെ ലോകത്തിൽ കൊറോണ 19 അടിച്ച് അനൗദ്യോഗിക കണക്കനുസരിച്ച് 1 കോടി ആൾ മരിച്ചു. ഏതാണ്ട് 800 പേരിൽ ഒരാൾ കൊറോണ നിമിത്തം മരിച്ചു. ഇന്ന് ഇത്രയും പ്രതിരോധങ്ങളും എല്ലാം ഉണ്ടായിട്ടും 1 കോടി ജനം മരിച്ചു എങ്കിൽ അന്ന് 4-1 ജനം മരിക്കും. ഇത് വേദപുസ്തകം പറയുമ്പോൾ ഇതിൻ്റെ നടപടിയാണ്. ഒന്ന് ഈ കൊറോണ, അതിലേക്കുള്ള വഴിയാണ് ചൂണ്ടുപലക. എന്താ, ഞാനിവിടെ വന്നത് പത്തനംതിട്ട വഴി ഇങ്ങോട്ട് വന്നിട്ട് തണ്ണിത്തോട് കഴിഞ്ഞിട്ട് തേക്ക് തോട്ടി വന്നതുപോലെ ഈ കൊറോണ ഏതാ വൈറസ് 1867 വേദവസ്ഥ പ്രകാരം ഒരു പ്രധാന വർഷമാണ്. അന്നാണ് അത്തി തളർത്തത്. 1800 വർഷങ്ങളിലെ പരദേശവാസത്തിന് ശേഷം അവർക്ക് അന്നാണ് ഒരു ചിന്തയുണ്ടായത്, നമുക്ക് ഒന്നിക്കണം. അന്നാണ് സിയോനിസ്റ്റ് സംഘടന ഉണ്ടായത്. അതേ വർഷമാണ് ലോകത്തിൽ പുകലച്ചെടിയിൽ ആദ്യമായി ശാസ്ത്രജ്ഞന്മാർ വൈറസ് കണ്ടു. മനുഷ്യരിലല്ല, പുകലച്ചെടിയിൽ. 935-40 ആയപ്പോൾ അതിന് രൂപഭേദം വന്നു. അതിനൊരു പേരിട്ടു ഇൻഫ്ലുവൻസ. അത് അപകടകാരിയല്ലായിരുന്നതിനാൽ അന്നും ട്രീറ്റ്മെൻ്റ് ഇല്ല, ഇന്നും ട്രീറ്റ്മെൻ്റ് ഇല്ല. ഇതിങ്ങനെ വന്നു, വർദ്ധിച്ചു വരിക മഹാവ്യാധി. 996-98 ലോകത്തിൽ മുഴുവൻ ഒറ്റ വൈറസ്. പേര് പലതാ, പക്ഷെ എല്ലാം ചേർത്തി അനിയത്തിമാരെ. ഒരമ്മയുടെ മക്കൾ അന്നമ്മ, ശോശാമ്മ, ഈ ചേച്ചമ്മ എന്ന് പറയുന്ന പോലെ പല പേരിൽ അറിയപ്പെടുമെങ്കിലും ഒറ്റ വൈറസ്. അമേരിക്കക്കാർ പറയും H1N1, ബ്രിട്ടീഷുകാർ പറയും ഫിഗ് ഫീവർ, പന്നിപ്പനി. കിഴക്കൻ രാജ്യക്കാർ പറയും യെല്ലോ ഫീവർ, യൂറോപ്യൻസ് പറയും ഗിഡിനസ് ഫീവർ, മലയാളികളും ഇന്ത്യക്കാരും പറയും ചിക്കൻ ഗുനിയ. ചിക്കൻ ഗുനിയ വന്നവരുണ്ടെങ്കിൽ ഒന്ന് കര ഉയർത്താവോ? യെസ്, അത് നിങ്ങളുടെ ധൈര്യത്തോടെ. എന്തിനാണ് ഉയർത്തിച്ചത്? 96 വന്നതാ. അന്ന് ചിക്കൻ ഗുനിയ വന്നപ്പോൾ അതിശക്തമായ പനിയും അസുഖങ്ങളും വന്നത് 10 ദിവസം നിന്നു. 10ാമത്തെ ദിവസം സുഖമായി. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി അവനെ 10ാം പക്കം അടിച്ചിറക്കി. ഈ വൈറസ് കയറിയപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി, നമ്മുടെ ശരീരത്തിൽ അലങ്കാര ഭാഷ പറയാം, പോലീസുകാരനുമുണ്ട് പട്ടാളക്കാരനുമുണ്ട്. ശരീരത്തിൽ തമ്പുരാൻ വെച്ചിട്ടുണ്ട്. ശരീരത്തിലെ പോലീസുകാരനാണ് രക്തത്തിലെ ശ്വേതാണുക്കൾ, വൈറ്റ് കോർപ്പസിൽസ്, അവനാണ് പോലീസുകാരൻ. മുറിവുണ്ടാകുമ്പോൾ പഴുപ്പ് വരുന്നത് ഈ മുറിവിൻ്റെ രോഗാണുമായി ഈ പോലീസുകാരൻ മരിക്കുന്നതാണ് ഈ പഴുപ്പ്. എന്നാൽ പട്ടാളക്കാരൻ വേറെയാ. പോലീസുകാരൻ പ്രതിയെ അറസ്റ്റ് ചെയ്യും, പട്ടാളക്കാരൻ പ്രതിയെ വെടിവെച്ച് കൊല്ലും. നമ്മുടെ ശരീരത്തിൽ തമ്പുരാൻ വെച്ചിരിക്കുന്ന പട്ടാളക്കാരൻ്റെ പേരാണെന്ന് പല പേര് പറയും. പ്രതിരോധ ശക്തി, ഇമ്മ്യൂണിറ്റി, P53, ബാക്ക്ഗ്രൗണ്ട് പ്രോട്ടീൻ എന്നെല്ലാം പറയുന്നതാണ് പ്രതിരോധ ശക്തി.
ആ ശക്തി ആ കൈവൊക്കെ അമ്മാമ്മയുടെയും അച്ചായൻ്റെയും ഒക്കെ ദേഹത്തിൽ ഉണ്ടായിരുന്നു. ഈ വൈറസ് നിങ്ങളെ കണ്ടച്ചു പോകാൻ കയറിയതല്ല കേട്ടോ, നിങ്ങളെ കൊല്ലാൻ കയറിയതാ. പക്ഷെ പട്ടാളക്കാരൻ പറഞ്ഞു ഇറങ്ങടാ പുറത്തേ. അവൻ പറഞ്ഞു ഞാൻ ഇറങ്ങത്തില്ല. ഇവർ തമ്മിൽ നടന്ന അടിയാ, തലവേദന, നടുവേദന, പനി, വിറയൽ, എന്താ അകത്തടിയാ. ശരീരത്തിൻ്റെ പട്ടാളക്കാരനും ഈ രോഗാണുവും തമ്മിൽ നടന്ന അടി, പനിയാ. ഇതെല്ലാം സംഭവിച്ചത് 10 പക്കം നമ്മുടെ പട്ടാളക്കാരൻ ജയിച്ചു. അവനെ അടിച്ചു പൊതിച്ചടിച്ചു. അല്ലേ പനി വന്നവരൊന്ന് ഓർത്ത് നോക്കിക്കേ, 10 പക്കം സുഖമായി അന്ന് സയൻസും കണ്ടുപിടിച്ചു. പിന്നെ അതിൻ്റെ ക്ഷീണം 2 മാസത്തേക്ക് നല്ല ക്ഷീണമായിരുന്നു. ഈ അവൻ അത്ര മാരകമാണ് വൈറസ് അന്ന്. 2 മാസം കഴിഞ്ഞാൽ ഒരു ക്ഷീണവും ഇല്ല. പിന്നെ ക്ഷീണമുണ്ടെന്ന് പറയുന്നത് അച്ചായനെ കൊണ്ട് വെള്ളം കോരിക്കാൻ അമ്മമ്മ പറയുന്നത്. ഞാൻ ഇവിടുത്തെ കാര്യമല്ല, കോട്ടയത്തെ കാര്യം പറഞ്ഞു. എന്നാൽ അന്ന് ശാസ്ത്രലോകം മുന്നറിയിപ്പ് തന്നു, ശ്രദ്ധിച്ചു കൊള്ളണം, ഈ വൈറസ് എങ്ങും പോയിട്ടില്ല, ഇതിന് മ്യൂട്ടേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഇത് കൂടുതൽ ദിവസം നിൽക്കും. അന്ന് 10 ദിവസം മനുഷ്യ ശരീരത്തിൽ കയറി നിൽക്കാനേ ശക്തിയുള്ളെങ്കിൽ അത് കൂടുതൽ ശക്തി ആർജിച്ച് കയറിയാൽ ഇനിയും 15 ആകും, കുറച്ച് കഴിയുമ്പോൾ 20 ആകും, അത് കഴിയുമ്പോൾ 30 ആകും. അങ്ങനെ 90 ദിവസം മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കാൻ ശക്തി കിട്ടിയാൽ ഇമ്മ്യൂണിറ്റി തകരും, അവർ മരിക്കും. അതിൽപ്പെട്ടതാണ് ഈ കൊറോണ വൈറസ്. അത് എവിടുന്ന് വന്നതാണെന്നും വേദപുസ്തകത്തിൽ ഞാൻ പറയാം. ഇതെങ്ങും പോയിട്ടില്ല. നിങ്ങൾക്കറിയാമല്ലോ, അതിൻ്റെ ചേട്ടത്തിയുടെ ചേട്ടത്തിയും ഒക്കെ ഇപ്പോൾ ഉണ്ട്. വൈദ്യശാസ്ത്രം വാക്സിനേഷൻ കണ്ടുപിടിച്ചെങ്കിലും അതിന് പല പേരിൽ അറിയാം. ഇന്നുമില്ലേ, വന്നിട്ടില്ലേ, പല പേരിൽ അറിയപ്പെടുന്നു. മാറത്തില്ല. ഇത് വചനമാ. ഇത് കർത്താവിൻ്റെ വരവിന് ശേഷം 3 വർഷം കഴിയുമ്പോൾ അന്ന് ജീവിക്കുന്ന 4-1 ആളുകളെ കൊന്നൊടുക്കാൻ ഇതിറങ്ങിയിരിക്കുകയാണ്. ഇതെവിടുന്ന് വന്നു? ലോകത്തിലെ രാഷ്ട്രീയക്കാരോ ശാസ്ത്രജ്ഞന്മാരോ പറയുന്നത് നമുക്ക് ബൈബിളാണ് നോക്കുന്നത്. അവർ പറയും മൂങ്ങായിന്ന, കൊരങ്ങിന്ന, ചെള്ളിൽ നിന്ന് എന്താണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്? ഒരു വാക്യം വായിക്കാം. ഒരു സയൻസും ഇല്ലാഞ്ഞപ്പോൾ വേദപുസ്തകത്തിൽ കൂടി മുന്നറിയിപ്പ് ഇതൊന്ന് വായിക്കാം. ഹഗായി പ്രവചനം 2-ാം അധ്യായം 6-ാം വാക്യം. ഹഗായി പ്രവചനം 2-ാം അധ്യായം 6-ാം വാക്യം. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇനി കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. 5 ഇളക്കം പറയുന്നുണ്ട്, നിങ്ങൾ കേട്ടോണം. ഒന്നുകൂടെ വായിക്കാം. ഇനി കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. അടുത്ത വാക്യം. ഞാൻ സകല ജാതികളെയും ഇളക്കും. ഞാൻ ജാതികളുടെ മനോഹര വസ്തു, സകല ജാതികളുടെ, ഞാൻ സകല ജാതികളുടെ, ഞാനോ ഒന്ന് വായിച്ചേ. കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട്, ഇനി കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. ഞാൻ സകല ജാതികളെയും ഇളക്കും. അടുത്തത്, സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. ഞാൻ കടലിനെ ഇളക്കും, കരയെ ഇളക്കും, ആകാശത്തെ ഇളക്കും, ഭൂമിയെ ഇളക്കും, പിന്നെ സകല ജാതികളെ ഇളക്കും. അങ്ങനെ സകല ജാതികൾ ഇളകിയാൽ സകല ജാതികളുടെയും മനോഹര വസ്തു വരും. ഈ തലമുറയിൽ കർത്താവ് വരുമെന്ന് പറഞ്ഞതിൻ്റെ ഒരു കാരണം അതാ. ആ വാക്യം അവിടെ ഇരിക്കട്ടെ. നിങ്ങൾ നോക്കിക്കേ, മാരകമായി വൈറസുകൾ എവിടെ നിന്ന് വരുന്നു എന്നറിയുവാൻ ലോക പ്രശസ്തരായ ശാസ്ത്രജ്ഞന്മാർ, അവരുടെ പേരുടെ പറയുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല, ഒരു പരീക്ഷണം നടത്തി. അതിൻ്റെ റിസൾട്ട് അവരിട്ടത് എൻ്റെ കയ്യിൽ കിട്ടി. അവർ നടത്തിയ പരീക്ഷണം, നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ സുലഭമായ വസ്തുക്കൾ ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഇത് 4ഉം നമ്മുടെ നടുവിലുണ്ട്. ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഇത് 4ഉം ഒരു ഫ്ലാസ്കിൽ വെച്ചിട്ട് 5ാമതൊരു മൂലകമിട്ടു. ഇത് 4 ഗ്യാസാ. 5ാമതൊരു മൂലകമിട്ടു. അതിൻ്റെ പേരാണ് സൾഫർ, ഗന്ധകം. ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, 5ാമൻ സൾഫർ ഇട്ടിട്ട് വൈദ്യുതി അല്ല കയറ്റിയത്, അൾട്രാ വയലറ്റ് റേ കയറ്റി വിട്ടു. രശ്മി, UV എന്ന് പറയുന്ന സാധനം കയറ്റിവിട്ടു. നിങ്ങൾക്കറിയാമോ, അവർ ഞെട്ടിത്തെറിച്ച് വെളിച്ചാടി. ആ ഫ്ലാസ്കിനകത്ത് ജീവൻ്റെ ഘടന ഉണ്ടായി. വെറും ജീവനല്ല. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് എങ്ങനെ മൈക്ക് പിടിച്ച് പ്രസംഗിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ ഇരിക്കുന്നു? ഈ ദൈവദാസന്മാർ എങ്ങനെ ഇവിടെ ഇരിക്കുന്നു? നമ്മുടെ DNA ലൈവാ.
DNA എന്ന് പറയുന്ന നമ്മുടെ ഡെക്സിറിബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്ന DNA ലൈവ് ആകണമെങ്കിൽ അതിനകത്ത് 2 ഘടകം ഉണ്ടായിരിക്കണം. അതിൻ്റെ പേരാണ് പിരാമിഡിൻ, പ്യൂരിറ്റിൻ. ഈ 2 ഘടകം ഉണ്ടെങ്കിലേ DNA ലൈവ് ആകത്തുള്ളൂ. ആ പിരാമിഡിനും പ്യൂരിറ്റിനും ഈ ഫ്ലാസ്കിനകത്തുണ്ടായി. അതായത് ജീവന്റെ ഘടന ഉണ്ടായി. ഇനിയും പ്രവചനത്തിലേക്ക് വരാം. ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ അന്തരീക്ഷത്തിൽ സുലഭം. ലോകം മുഴുവൻ, തെക്ക് തോട്ടിലും ഉപ്പ് തോട്ടിലും കോട്ടയത്തും കാനഡയിലും അമേരിക്കയിലും എല്ലാം ഉണ്ട്. 5-ാമൻ സൾഫർ എങ്ങനെ വന്നു? കഴിഞ്ഞ 35 വർഷം കൊണ്ട് ഞാൻ കരയെ ഇളക്കി, കടലിനെ ഇളക്കി. അഗ്നിപർവ്വതങ്ങൾ പൊട്ടി, വൾക്കാനോ എക്സ്പ്ലോഷൻ ഉണ്ടായി. 5-ാമൻ സൾഫർ കയറി വന്നു. ഞാൻ ആകാശത്തെ ഇളക്കും. ആകാശത്തിൻ്റെ 2-ാമത്തെ തൊട്ട് 1.5 കോടി അങ്ങോട്ട് കീറി 8% UV ഇറങ്ങി വന്നു. നോക്കിക്കേ, ഞാൻ ആകാശത്തെ ഇളക്കും, കരയെ ഇളക്കും, കടലിനെ ഇളക്കും. ഇത്ര ഇളക്കി ഈ സാധനം വന്നു. സകല ജാതികളെ ഇളക്കി. ഇല്ലേ? സകല ജാതിയും പനിച്ചു തുള്ളിയില്ലേ? സായിപ്പും മലയാളി ജപ്പാൻകാരനും എല്ലാം പനിച്ചു തുള്ളിയെങ്കിൽ ആകാശത്തെ ഇളക്കി, കടലിനെ ഇളക്കി, കരയെ ഇളക്കി, സൾഫർ കയറ്റി വന്നു, 8% UV കയറി വന്നു. ഈ മാരകമായ അണുക്കൾ കയറി സകല ജാതികളും ഇതുകൊണ്ട് ഇളകിയെങ്കിൽ ഈ തലമുറയിൽ എൻ്റെ കർത്താവ് കാത്തിരിക്കുന്ന തൻ്റെ ഭക്തരെ ചേർക്കാൻ വരാൻ പോകുന്നു. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ലോകത്തിൽ അവൻ, വായിക്കാം വെളിപ്പാട് 13:1. അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, തലയിൽ ദൂഷണനാമങ്ങളും ഉള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. 10 കൊമ്പ്. അത് നിവർത്തിച്ച തലമുറയിലാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 7-ാം വാക്യം വായിക്കാം. 2600 വർഷം മുമ്പ് പറഞ്ഞതാണ്. വായിക്കാം. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 7-ാം വാക്യം. രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള നാലാമതൊരു മൃഗത്തെ കണ്ടു. അതിന് മുൻപ് 3 മൃഗമുണ്ട്. ദൈവദാസന്മാർ ബൈബിൾ ക്ലാസ് എടുക്കുന്ന എല്ലാ ക്രൈസ്തവ സഭകളിലും. അതുകൊണ്ട് ഞാനത് ആവർത്തിച്ച സമയം നമ്മുടെ മുമ്പിൽ 20 മിനിറ്റേ ഉള്ളതുകൊണ്ട് ദാനിയേൽ പ്രവാചകൻ കണ്ട ദർശനമാണ്. 4 ചക്രവർത്തിമാർ ലോകം ഭരിക്കും. സിംഹം പോലെ നെബൂഖദ്നേസർ ബാബിലോൺ ചക്രവർത്തി. കരടിയെപ്പോലെ ഭരിച്ചത് ബേദ്യരും പാർസ്യരും, ഇതറിയാം. പുള്ളിപ്പുലിയെപ്പോലെ അന്ന് ലോകത്തെ കീഴടക്കിയ അലക്സാണ്ടർ ദ ഗ്രേറ്റ്. ഇതെല്ലാം ചേർത്തറ സംഭവിച്ചെങ്കിൽ 4-മതൊരു ഘോരമൃഗം തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാലുകൊണ്ട് ചവിട്ടിക്കളഞ്ഞ റോമൻ ചക്രവർത്തിമാർ. അതാണ് ഘോരമൃഗം. മനുഷ്യചരിത്രത്തിലെ ബ്ലാക്ക് ഡോട്ട്. കുറ്റവാളികളെ, ക്രൈസ്തവരെ അതികഠിനമായി ശിക്ഷിച്ച ചക്രവർത്തിമാർ. ജീവനോടെ തൊലി പൊളിക്കുക. രാജാക്കന്മാരുടെയും രാജകുമാരന്മാരുടെയും ബർത്ത്ഡേ ആഘോഷിക്കാൻ കൊട്ടാരത്തിൽ രാത്രിയിലത്തെ പൂന്തോട്ടത്തിൽ ക്രിസ്ത്യാനികളെ കുറ്റവാളികളെന്ന് പറഞ്ഞ് ഈ പോസ്റ്റ് പോലെ 30 അടിയിൽ പച്ചയ്ക്ക് നിർത്തി തലയിൽ തുണിയുറ്റി എണ്ണയൊഴിച്ച് കത്തിച്ച് ആ വെട്ടത്തിൽ ഡാൻസ് ചെയ്തവർ. ഇരുമ്പ് ഭരണം. ഇന്ന് നിങ്ങളൊരു ടിക്കറ്റ് എടുത്ത് ഇറ്റലിയിൽ ചെല്ലേ, അവിടെ ചെന്നാൽ, റോമിൽ ചെന്നാൽ ഒരു ഭൂഗർഭ തിയേറ്ററിൽ കയറാൻ പൈസ കൊടുത്താൽ അതിൻ്റെ പേരാണ് കൊലോസിയം. അവിടെയാണ് നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിച്ചത്. അവിടെയാണ് ചക്രവർത്തി എഴുന്നള്ളും. പ്രത്യേക ദിവസം പൗരന്മാർ ഗാലറിയിൽ ഇരിക്കും. ഈ പന്തലിൻ്റെ പൊക്കമുള്ള ഇരുമ്പ് കൂടുകൊണ്ട് വെച്ചിട്ട് വിശക്കുന്ന സിംഹങ്ങളെ കൊണ്ടിട്ടിട്ട് ക്രിസ്ത്യാനികളെ എറിഞ്ഞു കൊടുത്തു. ഇതൊക്കെ ലോകത്തിൽ സംഭവിച്ച ചരിത്രമാണെങ്കിൽ തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാലുകൊണ്ട് ചവിട്ടിക്കളഞ്ഞ ആ സാമ്രാജ്യത്തെക്കുറിച്ച് പറയുന്നു. 7-ാം വാക്യത്തിൽ വായിക്കാം മോളെ. 7-ാം വാക്യം. രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള 4-മതൊരു മൃഗത്തെ കണ്ടു. അടുത്ത വാക്യം. അതിന് വലിയ ഇരുമ്പു പല്ലുണ്ടായിരുന്നു. അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. അടുത്ത വാക്യം. മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു. അതിന് 10 കൊമ്പുണ്ടായിരുന്നു. പ്രവചനം നിറവേറിയ ദിവസമാണ് ഈ പ്രഭാതത്തിൽ, ഈ രാത്രിയിൽ. അതിന് 10 കൊമ്പുണ്ടായിരുന്നു. അടുത്ത വാക്യം. ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. അടുത്ത വാക്യം. അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ 3 പേരോടെ പറഞ്ഞു. എന്താണ് ഈ കൊമ്പ്? 24-ാം വാക്യം വായിക്കാം. അതേ അധ്യായം മോളെ. 24-ാം വാക്യം.
ഈ രാജ്യത്ത് നിന്നുള്ള 10 കൊമ്പുകളോ എഴുന്നേൽപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു. റോമൻ സാമ്രാജ്യത്തിന്റെ തലയിൽ 10 രാജാക്കന്മാർ എന്നൈക്യമായി വരുമോ? ആ തലമുറയിൽ ചെറിയ കൊമ്പാകുന്ന എതിർ ക്രിസ്തു വരും. അവൻ വരുമ്പോൾ 3 രാജാക്കന്മാരെ വീഴിച്ചു കളയും. 3 കൊമ്പെന്ന് പറയുന്നത് 3 രാജാക്കന്മാരെ വീഴിച്ചു കളയും. 25-ാം വാക്യം. ഇന്ന് ലോകത്തിൽ 3 ഭരണമുണ്ട്. 98% ജനാധിപത്യം, ഏതാനും ചില രാജ്യങ്ങളിൽ ഏകാധിപത്യം, ചില രാജ്യങ്ങളിൽ രാജഭരണം. ഇത് മുഴുവൻ ക്യാൻസൽ ചെയ്തിട്ട് അവൻ സർവാധികാരം എടുക്കും. ടൈറൻസി. എപ്പോൾ? റോമൻ സാമ്രാജ്യത്തിൻ്റെ തലയിൽ 10 കൊമ്പ്. അത് നിവർത്തിച്ച തലമുറയോടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. 953 ഇതിൻ്റെ ആരംഭം കുറച്ചു, അന്ത്യകാലം തുടങ്ങുക. 75 വർഷത്തെ തമ്മിലടിക്ക് ശേഷം ജർമ്മനി ഫ്രാൻസും ഐക്യതയിലായി. അവരൊരു സംഘടന രൂപീകരിച്ചു, ESCC, യൂറോപ്യൻ സ്റ്റീൽ ആൻഡ് കോൾ കമ്മ്യൂണിറ്റി. നമുക്കിനി യുദ്ധം ചെയ്യേണ്ട കരിയും ഇരുമ്പും വിൽക്കാം. അങ്ങനെ ആ 2 രാജ്യവും തത്വത്തിൽ ഒന്നായി. 2 രാജ്യം തന്നെ അവരൊരു യൂണിയനായി. 973 യൂറോപ്പിലെ മറ്റ് 10 രാജ്യങ്ങൾ പറഞ്ഞു നമുക്കും ചേരാം. നിങ്ങൾക്കറിയാം, അങ്ങനത്തെ 12 രാജ്യങ്ങൾ ചേർന്ന പേരാണ് യൂറോപ്യൻ യൂണിയൻ. ഇന്ന് 30 രാജ്യങ്ങൾ മെമ്പേഴ്സ് ഉണ്ടെങ്കിലും അതിൻ്റെ ട്രസ്റ്റിമാർ 12. അവരുടെ നാണയത്തെ നോക്കിയാൽ കാണാം 12 സ്റ്റാർ. ആ രാജ്യങ്ങളുടെ പേര് ഞാൻ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചോണം. ലോകത്തിലെ പ്രസിദ്ധരായ ഒരു രാജ്യവും ഇല്ല. ബെൽജിയം, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ലക്സംബർഗ്, നെതർലാൻഡ്, ബ്രിട്ടൻ, ഡെൻമാർക്ക്, അയർലൻഡ്, ഗ്രീക്ക്, സ്പെയിൻ, പോർട്ടുഗൽ. ഏറ്റവും ലോകത്തിൽ സംസ്കാരമുള്ള ഇന്ത്യയാണ്. നമ്മളെപ്പോലെ സംസ്കാരമുള്ള ഒരു രാജ്യവുമില്ല. ഒരു ഭാരതീയനായി ജനിച്ച ദൈവത്തെ സ്തുതിച്ചേ. നോക്കിക്കേ, എന്താണ് നമ്മുടെ സംസ്കാരം? നമുക്ക് തൊലിക്ക് നിറക്കുറവുണ്ടെന്നേ ഉള്ളൂ, അകത്ത് നിറവുണ്ട്. കുടുംബ ബന്ധങ്ങൾ, ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ ഇന്നും കാത്തു സൂക്ഷിക്കുന്നില്ലേ? മക്കളും അപ്പനും തമ്മിലുള്ള ബന്ധം സൂക്ഷിക്കുന്നില്ലേ? തീർന്നോ നമ്മുടെ സംസ്കാരം? 3 പ്രമുഖ മതം, ഹൈന്ദവ മതം, ക്രൈസ്തവ മതം, ഇസ്ലാം മതം ഈ ഭൂമിയിൽ, കേരളത്തിലും ഇന്ത്യയിലും ഇല്ലേ? ഈ 3 മതങ്ങളിൽപ്പെട്ടവരുടെയും വിവാഹത്തിനും സംസ്കാരത്തിനും നല്ല കാര്യങ്ങൾക്കും പരസ്പരം പോകുകയും ആശംസ നേരുകയും ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്നില്ലേ? ലോകത്തിൽ ഒരു രാജ്യത്തിലും ഇല്ല. അറിയാമോ? മരിച്ച സ്വന്തക്കാർ വന്നു, അതിനപ്പുറം ഇല്ല. നമ്മുടേതല്ല. നമ്മുടെ കൾച്ചർ അത്ര വലുതാ. ആ കൾച്ചറുള്ള ഇന്ത്യ ഇല്ല. ലോകത്തിലെ ശക്തന്മാരായ ഒരു രാജ്യങ്ങളും ഇല്ല. ചൈനയില്ല, ജപ്പാനില്ല. നിങ്ങൾ ശ്രദ്ധിച്ചേ, യൂറോപ്പിൽ തന്നെ സ്വിറ്റ്സർലൻഡ് ഇല്ല, സ്വീഡൻ ഇല്ല, അമേരിക്ക ഇല്ല. ഇതൊന്നുമില്ലാത്ത സഹോദരിമാരുടെ ഭാഷ ഈർക്കിലിച്ചൂല് പോലെ 12 രാജ്യം. ബെൽജിയം, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ലക്സംബർഗ്, നെതർലാൻഡ്, ബ്രിട്ടൻ, ഡെൻമാർക്ക്, അയർലൻഡ്, ഗ്രീക്ക്, സ്പെയിൻ, പോർട്ടുഗൽ. എന്താണെന്നറിയാമോ? ഈ 12 രാജ്യങ്ങളുടെയും പഴയ സംസ്കാരം, അസ്തമിച്ച റോമൻ സംസ്കാരത്തിൻ്റെ തുടർച്ച. ഇന്നും അവരുടെ വിവാഹ രീതി, അവരുടെ ഭക്ഷണ രീതി, അവരുടെ ശവസംസ്കാരം, അവരുടെ ഗൃഹനിർമ്മാണം, എന്തിന് അവരുടെ വസ്ത്രധാരണം പഴയ റോമൻ സാമ്രാജ്യത്തിൻ്റെ സംസ്കാരത്തിൻ്റെ തുടർച്ച. നോക്കിക്കേ, 12. അതിൽ ജർമ്മനിയും ഫ്രാൻസും തത്വത്തിൽ 1, അങ്ങനെ 11. എന്താണ് കഴിഞ്ഞ വർഷം നടന്നത്? നമ്മുടെ പെൺകുഞ്ഞുങ്ങൾക്ക് ഇഷ്ടം പോലെ UK ജോലി കിട്ടുന്നില്ലേ? പോകുന്നില്ലേ? എന്തുകൊണ്ടാണ്? കാരണം യൂറോപ്യൻ യൂണിയനിൽ നിന്നും ബ്രിട്ടൻ വെളിയിച്ചാടി. അതുകൊണ്ട് യൂറോപ്യൻ യൂണിയനിലെ മറ്റ് രാജ്യങ്ങളിലെ ജോലിക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് ഇനി ബ്രിട്ടൻ വേണ്ടാന്ന് പറഞ്ഞ് അവർ വെളിയിൽ വന്നതുകൊണ്ടാണ്, ഇഷ്ടംപോലെ വേക്കൻസി കുമിഞ്ഞു കൂടിയതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോകാനിടയായത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ബ്രിട്ടൻ കഴിഞ്ഞ വർഷം വെളിയിൽ ചാടിയെങ്കിൽ കൃത്യം 10 രാജ്യം. 2600 വർഷം മുമ്പേ പരിശുദ്ധാത്മാവ് പറഞ്ഞു, റോമൻ സാമ്രാജ്യത്തിൻ്റെ തുടർച്ചയായി 10 രാജ്യങ്ങൾ ഒന്നിച്ചധികാരത്തിൽ വന്നാൽ ആ തലമുറയിൽ ചെറിയ കൊമ്പെതിർ ക്രിസ്തു വരും. പ്രൈസ് ദി ലോർഡ്. ഈ തലമുറ കർത്താവിൻ്റെ വരവിൻ്റെ തലമുറയാണ്. ഞാൻ അവൻ്റെ രാജമുടിയെക്കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോഴാണ് വാച്ചയിലോട്ട് നോക്കിയത്, സമയം പോയി. അവൻ്റെ രാജമുടി 6 എണ്ണം സയൻറ്റിഫിക്കാണ്. ഇൻ്റർനെറ്റ് വേണം, അതിനാ ഇൻ്റർനെറ്റ് ചെയ്ത് ഇത്രയും വിദഗ്ധമായത്. അവൻ്റെ 10 രാജമുടി 5-6 എണ്ണം ഇൻ്റർനെറ്റിൽ കൂടെ സകല മനുഷ്യരെയും 5-6 വിധത്തിൽ കൺട്രോൾ ചെയ്യും. അതവിടെ നിൽക്കട്ടെ.
നമുക്ക് സമയമുണ്ട് പറയാം. അതിനേക്കാൾ അത്യാവശ്യമായി കർത്താവിൻ്റെ വരവിന് ശേഷം സഭയെടുക്കപ്പെട്ട് കഴിയുമ്പോൾ സ്വർഗം യഹൂദനോട് ഇടപെടുന്ന സമയമാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 43-ാം വാക്യം വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 43-ാം വാക്യം. ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളും. യഹൂദ മത നേതൃത്വങ്ങൾക്ക് വ്യക്തമായി അറിയാമായിരുന്നു യേശു സ്വർഗത്തിൽ നിന്നും വന്നതാണെന്ന്. 5 കാരണം. എവിടെ ജനിക്കുമെന്ന് 500 വർഷം മുമ്പ് മീകാ പ്രവാചകൻ പറഞ്ഞത് അവർക്ക് ബൈഹാർട്ടാ, ബേത്ലഹേമിലെന്ന്. അതുകൊണ്ട് ആ വിദ്വാൻമാർ വന്ന് ഹെരോദാവിനോട് പറഞ്ഞപ്പം പരീശപ്രമാണികളെയും അവരുടെ ശാസ്ത്രിമാരെയും വിളിച്ചപ്പം ഒരു മടിയും ഇല്ലാതെ പറഞ്ഞു, ബേത്ലഹേമിൽ കന്യക ഗർഭിണിയായി പ്രസവിക്കുമെന്ന് 700 വർഷം മുമ്പേ യെശയ്യാവ് പറഞ്ഞത് അവർ ദേവാലയത്തിൽ വായിക്കുന്നുണ്ടായിരുന്നു. മശിക ജനിച്ചാൽ 2 വയസ്സിൽ താഴെയുള്ള റാമയിൽ ബേത്ലഹേമിന് വടക്ക് വശത്തെ കുഞ്ഞുങ്ങളെ കൊല്ലുമെന്ന് ജെരമ്യാ പ്രവചനം 31:15 എഴുതിയത് അവർ വായിക്കുന്നുണ്ടായിരുന്നു. എല്ലാ രാജാക്കന്മാരും കുതിരപ്പുറത്ത് കയറുമ്പോൾ ഈ ഒരു രാജാവ് മാത്രം കഴുതപ്പുറത്ത് കയറുമെന്ന് യേശു ജനിക്കുന്നതിന് 600 വർഷം മുമ്പ് സക്കറിയാവ് എഴുതിയത് അവർ ദേവാലയത്തിൽ വായിക്കുമായിരുന്നു. ഏറ്റവും ആഴമായത് യഹൂദന്റെ വിനിമയ നാണയം അവൻ്റെ തനതായ ശേക്കലായിരുന്നപ്പോൾ 600 വർഷം മുമ്പേ സക്കറിയാവ് പറഞ്ഞു, നിന്റെ ശേക്കലെല്ലാം മാറും, റോമൻ ഭരണം വരും, വെള്ളിക്കാശ് വരും. അന്ന് 30 വെള്ളിക്കാശിനെ അവനെ ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുമെന്ന് 11:12 എഴുതിയവർക്കറിയാം. പിന്നെ എന്തുകൊണ്ട് അവനെ അംഗീകരിച്ചില്ല? അവരെ വിമർശിച്ചു. പകരം പറയുന്നു, മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ കൈക്കൊള്ളും. എന്താണ് ഇന്ന് ഇസ്രായേലിൽ നടക്കുന്നത്? നിങ്ങൾ ഇസ്രായേൽ TV ഒന്ന് ഓൺ ചെയ്താൽ കാണാം. അവരുടെ റബിമാർ തോറായും പഴയ നിയമ ഗ്രന്ഥങ്ങളും അടുക്കി വെച്ചിട്ട് അവരെ പഠിപ്പിക്കുക, നമ്മുടെ മശിഹ ഇതാ വരാൻ പോകുന്നു, ഈ തലമുറയിൽ ഒരുങ്ങാം. എന്തൊരാവേശമാണെന്നറിയാമോ? 2022 തീർന്നിട്ട് ഇന്ന് ഏതാണ്ട് 50 ദിവസമല്ലായുള്ളൂ. 2022 ഇസ്രായേലിൻ്റെ ഒരു സംഘടനയുണ്ട് ചെല്ലുന്ന യഹൂദന്മാരെ സ്വീകരിക്കാൻ. അതിൻ്റെ പേരാണ് റോഷ് ഹോഷന്ന. അവരുടെ പ്രസ്താവന എൻ്റെ കയ്യിൽ കിട്ടി. അവർ പറയുന്നു, ഞങ്ങളെ അത്ഭുതപൂർവ്വം അതിശയിപ്പിച്ചൊരു സംഭവം നടന്നു. ലോകത്തിലെ 93 രാജ്യങ്ങളിൽ നിന്നും യഹൂദന്മാർ വരുന്നുണ്ട്. ഞങ്ങൾ അവരെ സ്വീകരിച്ച് അവർക്ക് വേണ്ടുന്നതെല്ലാം കൊടുക്കുന്നു. എന്നാൽ ഞങ്ങളെ അതിശയിപ്പിച്ചൊരു സംഭവം, ഏറ്റവും സമ്പന്നമായ 4 രാജ്യങ്ങളിൽ നിന്നും അതെല്ലാം വിട്ടേച്ച് യഹൂദന്മാർ ഇങ്ങോട്ട് വരുന്നു. സാധാരണ നമ്മളും നമ്മുടെ മക്കളും ഒക്കെ അമേരിക്കയ്ക്കും കാനഡയ്ക്കും ഓസ്ട്രേലിയയ്ക്കും ഒക്കെ കുടിയേറുന്നത് ഇതിനേക്കാൾ ബെറ്ററിന് വേണ്ടി, ഇല്ലേ? ഇതാ ലോകത്തിലെ ഏറ്റവും നല്ല സമ്പന്ന രാജ്യമായ കാനഡ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, UK, ഫ്രാൻസ്, ഈ 4 രാജ്യങ്ങളിൽ നിന്നും കഴിഞ്ഞ വർഷം 10,000 ആരാന്ന് കേട്ടുകൊള്ളുക, സാധാരണക്കാരല്ല, ശാസ്ത്രജ്ഞന്മാർ, മെഡിക്കൽ ഡോക്ടേഴ്സ്, IT ബിരുദധാരികൾ, മിടുമിടുക്കന്മാർ അവരുടെ സകല സമ്പത്ത് വിട്ടേച്ച് പറയുക, ഞങ്ങളുടെ മശിഹ വരുന്നു, ഞങ്ങളുടെ കഴിവ് മുഴുവൻ മശിഹായുടെ സ്വർഗരാജ്യം സ്ഥാപിക്കാൻ പോവുകയാണ്, ദൈവരാജ്യം സ്ഥാപിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ കഴിവ് മുഴുവൻ ഞങ്ങളുടെ മശിഹായ്ക്ക് കൊടുക്കാൻ അവിടുത്തെ സ്വത്ത് വിട്ടേച്ച് ഞങ്ങളിതാ വരുന്നു എന്ന് പറയുമ്പോൾ, ദൈവമക്കളെ, എന്നെയും നിങ്ങളെയും സകലത്തെയും വിട്ടിട്ട് തേജസ്സോടെ സ്വർഗത്തിൽ കൊണ്ടുപോകുവാൻ എൻ്റെ പ്രിയൻ അതിനു മുൻപേ മേഘാരൂഢനായി വരും. ഗവൺമെന്റ് ഓഫ് ഇസ്രായേലിന്റെ ശ്രദ്ധയിൽ റബിമാർ ഇത് ഉൾപ്പെടുത്തി. അവർ പറഞ്ഞു, മശിഹ വരുന്നു, വേഗം വരും. മശിഹ വന്നാൽ ആദ്യമേ ലോകത്തിലെ എല്ലാ യഹൂദന്മാരോട് വരും, നമുക്ക് സെൻസസ് എടുക്കണം, യഹൂദന്മാരുടെ സെൻസസ് എടുക്കണം. അപ്പോഴാണ് അവർക്ക് മനസ്സിലായി ഒരു കാര്യമുണ്ട്. വായിക്കാൻ മോളെ, പുറപ്പാട് പുസ്തകം 30:11 സെൻസസ് എടുക്കുമ്പോൾ ചെയ്യേണ്ടത് യഹോവയായ ദൈവം അതൊരു കൽപ്പനയുണ്ട്. വായിക്കാം. യഹോവ പിന്നെ മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ, ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ എടുക്കേണ്ടതിന് അവരെ എണ്ണുമ്പോൾ അവരുടെ മധ്യേ ബാധ ഉണ്ടാകാതിരിപ്പാൻ അവരിൽ ഓരോരുത്തൻ താന്റെ ജീവന് വേണ്ടി യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം. എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഏവനും
വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം അരശേക്കൽ കൊടുക്കണം. അടുത്തത് ഷേക്കൽ എന്നത് 20 ഖേര. ആ അരശേക്കൽ യഹോവയ്ക്ക് വഴിപാടായിരിക്കണം. അടുത്തത് എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ 20 വയസ്സും അതിനു മീതെയുള്ളവനെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊടുക്കണം. നിങ്ങളുടെ ജീവന് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ നിങ്ങൾ യഹോവയ്ക്ക് വഴിപാട് കൊടുക്കുമ്പോൾ ധനവാൻ അരശേക്കലിൽ അധികം കൊടുക്കരുത്, ദരിദ്രൻ കുറച്ച് കൊടുക്കുകയും അരുത്. അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. മശിക വരുമ്പോൾ കണക്കെടുത്താൽ വീണ്ടെടുപ്പ് വിലയായി ധനവാനും ദരിദ്രനും ഒരുപോലെ കൊടുക്കണം. സ്തോത്രകാഴ്ച അല്ലാത്തപ്പോൾ എന്തും കൊടുക്കാം. വീണ്ടെടുപ്പ് വിലയായി മശിക വരുമ്പോൾ അരശേക്കൽ കൊടുക്കണം. യഹൂദ റബിമാർ ഗവൺമെന്റിന്റെ ശ്രദ്ധയപ്പെടുത്തി. ഏത് സമയത്തും മശിക വരും. നമ്മുടെ കയ്യിൽ അരശേക്കൽ നാണയമില്ല. ഇന്ത്യയിലെ 7 രൂപയുടെ നാണയമില്ലല്ലോ, അതുപോലെ അരശേക്കൽ നാണയമില്ല. ഗവൺമെന്റ് ഓഫ് ഇസ്രായേൽ വെപ്രാളം പിടിച്ചാണ് അരശേക്കൽ നാണയം പ്രിന്റ് ചെയ്ത് ബാങ്ക് വഴി എല്ലായിടത്തും എത്തിച്ചു. പറഞ്ഞു, സൂക്ഷിച്ചോ, മശിക വരുമ്പോൾ അവന് കൊടുക്കുവാൻ വെച്ചുകൊള്ളുക, അവൻ സെൻസസ് എടുക്കുമ്പോൾ. അങ്ങനെ മശികയെ സ്വീകരിക്കാൻ അരശേക്കൽ നാണയവുമായി അവൻ നിൽക്കുമ്പോൾ, ദൈവമക്കളെ, എനിക്ക് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവിക പദവിയാകുന്ന ദൈവമക്കളെന്ന പദവിയാകുന്ന കിരീടം ലോകം എടുക്കാതിരിക്കാൻ, ലോകത്തിൻ്റെ മോഹത്തിൻ്റെ പുറകെ പോകാതെ, ജഡീകരായി മാറാതെ, ലോക അലങ്കാരങ്ങളുടെ പുറകെ പോകാതെ, നമുക്കുള്ള ആ കൃപയുടെ കിരീടം സൂക്ഷിച്ചു പിടിച്ചുകൊള്ളുക. അവൻ്റെ അരശേക്കൽ അവന് മശികായ്ക്കെന്ന് പറഞ്ഞ് ഒരു വ്യാജന് വേണ്ടി സൂക്ഷിക്കുമ്പോൾ, സത്യമണമാളനായ കർത്താവ് ഇതാ വരാൻ പോകുന്നു, അവന് വേണ്ടി കിരീടം സൂക്ഷിക്കുക. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. വ്യാജ മശിക വരും, അവർ കയ്യിൽ നീട്ടി സ്വീകരിക്കും. 3.5 വർഷം കഴിയുമ്പോൾ നമുക്കറിയാം, തനിനിറം കാണിക്കും. അവനെ നമസ്കരിക്കണം, ദേഹത്ത് അവൻ്റെ നമ്പർ കേൾക്കണം. ഹ്യൂമൻ ട്രാക്കിംഗ്, സബ്ഡെർമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. വെളിപ്പാട് 13:16. അവനെ നമസ്കരിക്കണം. വെളിപ്പാട് 13:14. അതൊക്കെ ഞാൻ വിശദീകരിക്കാൻ വിചാരിച്ച സമയം പോകൊണ്ട് പോകുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇവിടെയും വന്നു കഴിഞ്ഞു. അപ്പോഴാണ് യഹൂദന് ബോധം വരും, ഇവൻ വ്യാജനാണെന്ന്. അവർ ചെറുക്കും. 2 കൽപ്പനയുണ്ട് അവർക്ക് നിഷിദ്ധം. 1, നിനക്കൊരു വിഗ്രഹം ഉണ്ടാകരുത്, അതിനെ നമസ്കരിക്കരുത്. 2, നിന്റെ ദേഹത്ത് പാട് ഏൽപ്പിക്കരുത്. ലേവ്യ പുസ്തകത്തിലുണ്ട്, ഡു നോട്ട് മേക്ക് എനി മാർക്ക് ഓൺ യുവർ ബോഡി. അപ്പോൾ മനസ്സിലാകും ഇവൻ വ്യാജന, എതിർ ക്രിസ്തുവുമായി ഇവനോടക്കും. ശ്രദ്ധിച്ചോണം. വെളിപ്പാട് 12 ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങളുടെ മുമ്പിൽ എന്തെന്ന് ലോകത്തിൽ സംഭവിച്ചെന്ന്. ധാരാളം യഹൂദന്മാരെ വെടിവെച്ചു കൊല്ലും. നിരവധി പേർ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. ദാൻ ഗോത്രക്കാർ അവൻ സ്തുതി പാടി അവിടെ കൂടും. അവനൊരു ദാൻ ഗോത്രക്കാരനായിരിക്കാം, ആന്റി ക്രൈസ്റ്റ്, അതവിടെ നിൽക്കട്ടെ. എന്നാൽ ബാക്കി യഹൂദന്മാർ അഭയാർത്ഥികളായി പോകും. ഒന്ന് വായിച്ചേ, വെളിപ്പാട് 12:14. വായിച്ചാട്ടെ. അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തന്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകന്റെ 2 ചിറക് ലഭിച്ചു. അടുത്തത്, അവിടെ അവളെ സർപ്പത്തോടകലെ 1 കാലവും 2 കാലവും അരക്കാലവും പോറ്റി രക്ഷിച്ചു. ആ സ്ത്രീ സൂര്യനെ അണിഞ്ഞ സ്ത്രീ. പല ഭാഷയിൽ പറയുമെങ്കിലും നിഷ്പക്ഷമായി ചിന്തിച്ചാൽ കാണാം, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും സ്വപ്നം കണ്ട ഇസ്രായേൽ കുടുംബം. സൂര്യനെ അണിഞ്ഞ സ്ത്രീ മഹോപദ്രവത്തിലെ ജൂയിഷ് നേഷൻ. ഇവിടെ കണ്ടോ, പീഡ വർദ്ധിക്കുമ്പോൾ മരുഭൂമിയിലേക്ക് പോകും. അവിടെ അവളെ ജോലി ചെയ്യിക്കുമെന്നല്ല, അടിമപ്പണി ചെയ്യിക്കുമെന്നല്ല, പോറ്റി സംരക്ഷിക്കും. ഏതാണ് ഈ മരുഭൂമി? വായിക്കാം. യെശയ്യാവ് 11:11. ഹർമഗദോൻ യുദ്ധം കഴിയുമ്പോൾ ഇവളെ മടക്കി വിളിക്കുക കർത്താവ്. എതിർ ക്രിസ്തുവിനെ ഇല്ലാതാക്കിയ ശേഷം തൻ്റെ ഭരണം ലോകത്തിൽ ആരംഭിക്കാൻ പോകുമ്പോൾ തൻ്റെ പഴയ നിയമസഭയെ കാന്തയുടെ നിഴലായ തൻ്റെ തോഴിമാരെ വിളിക്കുക. യെശയ്യാവ് 11:11. രാജ്യങ്ങളുടെ പേര് കേട്ടോണം. അന്നാളിൽ കർത്താവ് തന്റെ ജനത്തിൽ ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പിനെ അശൂരിൽ നിന്നും, അസീറിയൻ ഭരണപ്രദേശം, മിസ്രൈമിൽ നിന്നും, പടിഞ്ഞാറൻ ഈജിപ്റ്റ്, പത്രോസിൽ നിന്നും, കിഴക്കൻ ഈജിപ്റ്റ്, കൂശിൽ നിന്നും, എത്യോപ്യ, ഏലാമിൽ നിന്നും, ഇറാന്, ഷിനാരിൽ നിന്നും, ഇറാഖ്, ഹമാത്തിൽ നിന്നും, സൗദി അറേബ്യ, കുവൈറ്റ്, UAE, ബഹ്റിൻ, ഒമാൻ. അടുത്ത വാക്യം. സമുദ്രത്തിലെ ദ്വീപുകളിൽ നിന്നും വീണ്ടും കൊള്ളുവാൻ 2ാം പ്രാവശ്യം കൈനീട്ടി. 1ാം പ്രാവശ്യം കൈനീട്ടി 1948 മെയ് 14 അത്തി തളർത്തു. ലോകത്തിൽ ചെതറും. അർമഗദോൻ യുദ്ധം കഴിയുമ്പോൾ
എതിർ ക്രിസ്തുവിൻ്റെ ശക്തികളെ നിർവീര്യമാക്കി യേശു തൻ്റെ ദൈവരാജ്യം സ്ഥാപിക്കുമ്പോൾ ഇവരെ മടക്കി വിളിക്കും. എവിടുന്ന്? ഇവർ അഭയാർത്ഥികളായി പോകുന്നു. അതാ നമ്മൾ വായിച്ചത്, സ്ത്രീ മരുഭൂമിയിലേക്ക് പോകുന്നു. ഈ പറഞ്ഞ രാജ്യങ്ങൾ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രം നിങ്ങൾക്കറിയാമോ? ഇസ്രയേലിൽ ഇറങ്ങിയ എൻട്രിയുള്ള പാസ്പോർട്ടുള്ള ഒറ്റ വ്യക്തിയെ അറേബ്യൻ നാട്ടിലെ ഒറ്റ എയർപോർട്ടിൽ ഇറക്കത്തില്ല. അറേബ്യൻ നാട്ടിൽ ഈ ഗൾഫിൽ ജോലിയുള്ള ആളുകളോട് ചോദിച്ചേ, നിങ്ങളുടെ മക്കളൊക്കെ ഇല്ലേ? ഇറക്കത്തില്ല. അതിന് ചെയ്യുന്ന പരിപാടി ലോകത്തിൽ ഏത് രാജ്യക്കാരും ചെയ്യുന്നത്, ഇസ്രയേൽ കാണാൻ പോയാൽ ചെയ്യുന്നത് പാസ്പോർട്ട് അമ്മാനിൽ, യോർദാൻ്റെ തലസ്ഥാനമായ അമ്മാനിൽ സറണ്ടർ ചെയ്യും. അവിടുന്ന് ഒരു കൂപ്പൺ മേടിച്ചാണ് പോകുന്നത് വിശുദ്ധ നാട് കാണാൻ. തിരിച്ചു വരുന്ന ഈ ഒറിജിനൽ പാസ്പോർട്ടിൽ ഇസ്രായേൽ എൻട്രി അടിച്ചാൽ ഒറ്റ ഗൾഫ് രാജ്യത്തെ പ്രവേശനമില്ലായിരുന്നു. വേണ്ട, 1970കളിൽ കേരളത്തിൽ ഇൻ്റർനാഷണൽ എയർപോർട്ട് പോലും ഇല്ലാത്ത സമയത്തെ ഒരു മലയാളി പെങ്കൊച്ച് നേഴ്സ്, നിങ്ങളുടെ ജില്ലക്കാരത്തെയാണ് എൻ്റെ അറിവ്, എങ്ങനെയോ മിനിസ്ട്രി ചെന്ന് പറ്റി, സൗദി അറേബ്യയിലെ മിനിസ്ട്രിയിൽ നേഴ്സായി. ആ പെൺകുട്ടി അന്നത്തെ കാലത്തെ ടീ ബ്രേക്കിന് കോഫി കുടിച്ചുകൊണ്ട് നേഴ്സസ് ഡ്യൂട്ടി റൂമിൽ ഇരുന്ന് കാപ്പി കുടിച്ചുകൊണ്ടിരുന്ന അബദ്ധത്തിൽ ഒരു പാട്ടിൻ്റെ 2 അടി പാടി, 2 വാക്ക് പാടി. ഉടനെ അവൾക്ക് മനസ്സിലായി ഇത് സൗദിയാണെന്ന്. അവൾ നിർത്തിക്കളഞ്ഞു. അവൾ പാടിയത് പതുക്കെ, ഈ സഹോദരന്മാർ പാടിയ പോലൊന്നുമല്ല, വളരെ ശാന്തമായി, വളരെ മൂളിപ്പാട്ടിൽ പാടി ഇസ്രായേലിയൻ ദൈ. അപ്പോളെ അവൾ നിർത്തി. ആ ചായ കുടിച്ച് തീരുമുൻപേ അവരുടെ മത പോലീസ് വന്നേ അവളെ പാക്ക് ചെയ്ത് ബോംബെക്ക് അയച്ചു, ഇസ്രായേൽ എന്ന നാമം പറഞ്ഞതിന്. ആ രാജ്യത്തിലെ ഇന്നത്തെ കിരീടാവകാശി പരസ്യമായി പറയുന്നു, ഇസ്രായേലിനൊരു രാജ്യം സ്ഥാപിക്കാൻ അവകാശമുണ്ട്. കളി മാറുന്നത് കണ്ടോ? മുൻ പ്രധാനമന്ത്രി ബെന്യാമിൻ നെഹന്യാവ് കഴിഞ്ഞ വർഷം സൗദി അറേബ്യ സന്ദർശിച്ചു. ആനയും അമ്പാരിയുമായി സ്വീകരണം കൊടുത്തു. നിങ്ങൾക്കറിയാമോ, UAE-യിൽ ഒരു UAE പൗരന് ഇസ്രായേലിൽ പോകാൻ പാസ്പോർട്ട് വിസ വേണ്ട. UAE-യിലെ അബുദാബിയിലോ ദുബൈയിലെ എയർപോർട്ടിൽ ഇറങ്ങിയാൽ പുറകോട്ട് നോക്കിക്കേ, കിടക്കുന്നു ഇസ്രായേലിൻ്റെ പടുകൂറ്റൻ പ്ലെയിൻ. ഇസ്രായേലിൻ്റെ കോൺസുലേറ്റ് സ്ഥാപിച്ചു കഴിഞ്ഞു. അവർ തമ്മിൽ സഖ്യമായി. ഇറാൻ ഒഴിച്ച് ബാക്കി അറബി രാജ്യങ്ങൾ മുഴുവൻ നോക്കിക്കേ, പതിവില്ലാത്ത വിധത്തിൽ മഞ്ഞുരുകുന്നത് പോലെ ഇസ്രായേലിനോട് സഖ്യതയായില്ലേ? ഈ കഴിഞ്ഞ വേൾഡ് കപ്പിന് ലോകശ്രദ്ധ ദോഹയിൽ ഏറ്റവും പിടിച്ചു പറ്റിയത് ആരാന്നറിയാമോ? പന്ത് കളിക്കാരല്ല, ഇസ്രായേലിലെ ഫോട്ടോഗ്രാഫർമാരാ. എന്ത് വിളിച്ചു പറയുന്നു? സ്ത്രീക്ക് മരുഭൂമിയിലേക്ക് പോകുവാൻ, അവിടെ പോറ്റി സംരക്ഷിക്കത്തക്കവണ്ണം പതിവില്ലാത്ത വിധത്തിൽ അറേബ്യൻ നാടുകളിലെ ഭരണാധികാരികളുടെയും പൗരന്മാരുടെയും മനസ്സു മാറിയെങ്കിൽ എൻ്റെ കർത്താവ് വന്ന് തൻ്റെ സഭയെ ചേർക്ക ശേഷം ഇതാ ഇസ്രായേൽ ഓടിപ്പോകാൻ പോകുന്നു. നമുക്കൊരുങ്ങാം. നിനക്കുള്ള കിരീടം ആരും എടുക്കരുത്. സാത്താൻ സർവശക്തിയോടും നമ്മളെ ആഞ്ഞടിക്കാൻ നോക്കുക. അത് നമുക്ക് നാളെ പകൽ ചിന്തിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് സഹായിക്കട്ടെ. ഒന്ന് കണ്ണുകളടയ്ക്കാം. 1 മിനിറ്റ്. ദൈവമക്കളെ, ഏത് സഭയാ, ഏത് മതമാ, ഏത് പാർട്ടിയാന്നല്ല ഞാൻ ചോദിക്കുന്നത്. ഹൃദയത്തിൽ ക്രിസ്തുവിന് സ്ഥാനമുണ്ടോ? ഇല്ലെങ്കിൽ ഈ വല്ലാത്ത ലോകത്തിൽ പിടിച്ചു നിൽക്കത്തില്ല. ഏറ്റവും വികലമായ മനുഷ്യ പ്രകൃതിയുള്ള ലോകമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ പിടിച്ചു നിൽക്കണമെങ്കിൽ അപ്പനും അമ്മയും ദൈവകൃപയും വന്നില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ പോകും. അത്രത്തോളം ലോകം വികലമാണ്, വിരൂപമാണ്. ഒരു ശാന്തമായ ഗ്രാമത്തിൽ വസിക്കുന്നവരാകയാൽ നിങ്ങൾക്കതിൻ്റെ നല്ല മുഖമേ കാണുന്നുള്ളൂ. അതിനേക്കാൾ വിരൂപമാണ് അപ്പുറത്തോട്ട് കുറച്ചുകൂടെ പരിഷ്കൃത പട്ടണങ്ങളിലേക്ക് മാറിയാൽ. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ക്രിസ്തുവുമായി വ്യക്തിഗത ബന്ധമില്ലെങ്കിൽ ഈ ലോകത്തിലെ ജീവിതം വെറും പരാജയമാണ്. ഒരു പിടി പണമല്ല, ഒരു പിടി പേരും പ്രശസ്തിയുമല്ല. ഇതൊക്കെ ലോകത്തിൽ ആവശ്യമാണ്. ധനം ആവശ്യമാണ്, പേരാവശ്യമാണ്. പക്ഷെ അതൊന്നും 6 അടി മണ്ണിൻ്റെ അപ്പുറം വരത്തില്ല. ആ സെല്ലിൻ്റെ അപ്പുറം, സെമിത്തറിക്ക് അപ്പുറത്തും ഭാര്യയും വരത്തില്ല, ഭർത്താവും വരത്തില്ല, ഇഷ്ടമക്കളും വരത്തില്ല. ഒരു പൂച്ചക്കരം വെച്ചിട്ട് പുറകോട്ട് പോകുമ്പോൾ അപ്പുറത്ത് മരണത്തെ ജയിച്ച ക്രിസ്തു നിൽപ്പുണ്ട്. അവനെ കൈക്കൊണ്ടവരെ ഇഞ്ഞു പോരാൻ മാടി വിളിക്കും. നമുക്ക് ആ ഭാഗ്യ പദവിയുണ്ടോ? ഇല്ലാത്തവരാരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ കരങ്ങളൊന്നും ഉയർത്തേണ്ട, തന്നെത്താൻ സമർപ്പിക്കുക. സ്വർഗം നിങ്ങളെ കാണും.